के नाम पर लाखों हेक्टेयर जमीन पूरे देश में है और ये भूमाफिया किसकी जमीन लूट रहे थे? ये दलित की जमीन लूट रहे थे, पिछड़ों की जमीन लूट रहे थे, आदिवासी की जमीन लूट रहे थे, विधवा महिलाओं की संपत्ति लूट रहे थे। മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകളെയും ആഭ്യന്തര ശത്രുക്കളെന്ന് പ്രഖ്യാപിച്ച വിചാരധാരയുടെ പ്രയോക്താക്കൾ പ്രധാനമന്ത്രി വരെയായാലും ന്യൂനപക്ഷ വേട്ടയ്ക്ക് ആഹ്വാനം നൽകുന്നത് ഏത് വിധമാണ് എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദിയുടെ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങൾ വാസ്തവത്തിൽ ഹിന്ദുത്വയുടെ ന്യൂനപക്ഷ വേട്ടയുടെ അജണ്ട തന്നെയാണ്. 2022 ഗുജറാത്ത് വംശഹത്യയ്ക്ക് പിന്നാലെ മുസ്ലിങ്ങൾ പാർത്ത ദുരിതാശ്വാസ കേന്ദ്രങ്ങളെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഫാക്ടറികൾ എന്ന് വിളിച്ചത് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി. ഗുജറാത്തിൽ കുടുംബാസൂത്രണം നടപ്പിലാക്കാൻ സാധിക്കാത്തത് മുസ്ലിം മതവിഭാഗം കാരണമെന്ന് വിദ്വേഷം തുപ്പിയ മുഖ്യമന്ത്രിയുടെ പേര് നരേന്ദ്രമോദി. വർഷങ്ങൾക്കിപ്പുറം സിഎഎക്കെതിരെ പ്രതിഷേധിച്ചവരെ അവരുടെ വസ്ത്രം കൊണ്ട് തിരിച്ചറിയാമെന്ന് പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണെന്നും കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവരെന്നും പറഞ്ഞ പ്രധാനമന്ത്രിക്ക് ഒരു കാലത്തും മാപ്പ് നൽകില്ല ചരിത്രം. മുസ്ലിം വിഭാഗം ആദിവാസി സമൂഹത്തിൻ്റെതുൾപ്പെടെ ഭൂമി തട്ടിയെടുക്കുകയായിരുന്നുവെന്ന വിഷം ഇന്ന് മോദി തുപ്പിയത് വഖഫ് നിയമ ഭേദഗതിയെ ന്യായീകരിക്കാൻ. വഖഫ് നിയമത്തിനെതിരെ കലാപ കലുഷിത അന്തരീക്ഷം നിലനിൽക്കുന്ന നാട്ടിൽ ഈ വിധം വിദ്വേഷം അടിച്ചുവിടുന്ന നരേന്ദ്രമോദി താങ്കൾ വഹിക്കുന്ന പദവി RSS ശാഖാ പ്രമുഖന്റേതല്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ. മുസ്ലിങ്ങൾക്ക് നേരെ വിഷം തുപ്പിയ നാവുകൊണ്ട് തൊട്ടടുത്ത നിമിഷം മോദി ഉച്ചരിക്കുന്ന പേര് മഹാനായ അംബേദ്കറുടേതാണ്. താങ്കളുടെ പോരാട്ടങ്ങൾ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുമെന്ന് പറഞ്ഞ ഗാന്ധിയോട് അതിന് ഞങ്ങൾക്കൊരു മാതൃരാജ്യമില്ലല്ലോ ബാപ്പുജി എന്ന് പറഞ്ഞ അംബേദ്കറെ, മനുസ്മൃതി കത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്ത അംബേദ്കറെ, വ്യത്യസ്തരായിരിക്കാനും വ്യത്യസ്തരായതിന്റെ പേരിൽ ഇരകളാക്കപ്പെടാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം മനുഷ്യർക്ക് കൈവരുമ്പോൾ മാത്രമാണ് പൊളിറ്റിക്കൽ ഡെമോക്രസി അർത്ഥപൂർണമാകുമെന്ന് പറഞ്ഞ അംബേദ്കറെ താങ്കൾക്കോ താങ്കളുടെ പ്രത്യയശാസ്ത്രത്തിനോ ഒരിക്കലും മനസ്സിലാകില്ല മിസ്റ്റർ നരേന്ദ്രമോദി. കാരണം അംബേദ്കർ ഇന്നും വിരൽ ചൂണ്ടുന്നത് മതഭ്രാന്തിന്റെ വക്താക്കളായ നിങ്ങൾക്കെതിരെയാണ്. ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു. വിദ്വേഷ പ്രചാരകനാകുന്നു പ്രധാനമന്ത്രി. ഇന്നീ ചർച്ചയിൽ അതിഥികളായി ചേരുന്നവർ: KV അബ്ദുൽ ഖാദർ CPIM-ൽ നിന്നും, CK ഷാക്കിർ മുസ്ലിം ലീഗ് നേതാവ്, അഡ്വക്കേറ്റ് നോബിൾ മാത്യു BJP-യിൽ നിന്നും എന്നിവരാണ്. ആദ്യം അഡ്വക്കേറ്റ് നോബിൾ മാത്യുവിലേക്ക്. ശ്രീ നോബിൾ മാത്യു, വഖഫ് നിയമ ഭേദഗതി നടപ്പിലാക്കുന്നതിന് മുൻപും ശേഷവും രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ വലിയ പ്രതിഷേധം, വാസ്തവത്തിൽ കലാപത്തിന് സമാനമായ ഒരു സാഹചര്യം പലയിടത്തും നിലനിൽക്കുന്നത് നമ്മൾ കാണുകയാണ് എല്ലാ ദിവസവും വാർത്താ മാധ്യമങ്ങളിലൂടെ. ആ സാഹചര്യത്തിലാണ് മുസ്ലിങ്ങൾക്കെതിരെ ഈ വിധം വലിയ തരത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന മറ്റു മതവിഭാഗങ്ങൾക്കും ആദിവാസികൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്കും സംശയമുണ്ടാക്കുന്ന തരത്തിലൊരു പരാമർശം പ്രധാനമന്ത്രി നടത്തുന്നത്. ഭൂഷണമാണ് ഒരു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഈ തരത്തിലുള്ള വാക്കുകൾ? ആദ്യമേ തന്നെ കൈരളിയുടെ പ്രേക്ഷകർക്ക് വിഷുവിൻ്റെയും ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ ജന്മജയന്തിയുടെയും ആശംസകൾ നേരുവാൻ ഞാൻ അവസരം വിനിയോഗിക്കുകയാണ്. ഇന്ന് ചർച്ചാ വിഷയം തന്നെ, ആ പോസ്റ്റർ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അവഹേളിക്കത്തക്ക രീതിയിൽ ഉള്ള ഒരു പോസ്റ്ററാണ് നിങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്തു, നിങ്ങൾക്ക് ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും നിങ്ങൾക്കുണ്ട്. പക്ഷെ ഞാൻ പറയും, നരേന്ദ്രമോദി ഒരു പ്രചാരകനാണ്. നരേന്ദ്രമോദി പ്രചാരകൻ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ, സേവനത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, കഠിനാധ്വാനത്തിൻ്റെ, ഇരട്ട ചങ്കിൻ്റെ ഒരു പ്രചാരകനാണ്. ഭാരതത്തിൻ്റെ പരമവൈഭവത്തിൻ്റെ പ്രചാരകനാണ്. ഇന്നത്തെ പ്രസംഗം ആണല്ലോ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ആ പ്രസംഗത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു? ആ പ്രസംഗത്തിൽ ഹരിയാനയിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ ആ പ്രസംഗത്തിൽ ഒരൊറ്റ വാക്കെങ്കിലും മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞു? ഇല്ലാത്ത കാര്യം വല്ലാത്ത പൊല്ലാപ്പുണ്ടാക്കുന്നതല്ലേ നിങ്ങളുടെ പരിപാടി? അദ്ദേഹം പറഞ്ഞു, നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട വിധവകളുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കപ്പെട്ടു, നമ്മുടെ നാട്ടിലെ അധസ്ഥിതരുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കപ്പെട്ടു, നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കപ്പെട്ടു, ആ സ്വത്തുക്കളൊക്കെ തിരികെ ലഭിക്കും. ഇതല്ലേ കമ്മ്യൂണിസം പറഞ്ഞിരിക്കുന്നത്? കമ്മ്യൂണിസമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, സോഷ്യലിസമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഒരു പേരും പരാമർശിക്കാത്ത ഒരു പേരും വെച്ചുകൊണ്ട്
വലിയ ചർച്ചകൾ ശരി, നോബൽ മാത്യു, കമ്മ്യൂണിസം, സോഷ്യലിസം എന്നൊക്കെ മഹത്തായ ആശയത്തിനുണ്ട്. നോക്കൂ നോബൽ മാത്യു, ഒരു മിനിറ്റ്. ഈ കമ്മ്യൂണിസം, സോഷ്യലിസം എന്നൊക്കെയുള്ള മഹത്തായ ആശയങ്ങളോടൊപ്പം നരേന്ദ്രമോദി എന്ന പേര് കൂട്ടിച്ചേർക്കാൻ പോലും വാസ്തവത്തിൽ യോഗ്യമല്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ നരേന്ദ്രമോദിയുടെ വിദ്വേഷ പരാമർശങ്ങൾ അക്കമിട്ട് നിർത്തിയത് അതുകൊണ്ടാണ്. അത് പ്രധാനമന്ത്രി ആയ ശേഷം മാത്രം തുടങ്ങിയതല്ല. അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലം മുതൽ ചുരുങ്ങിയ കാരണങ്ങൾ അല്ലെങ്കിൽ ചുരുങ്ങിയ സന്ദർഭങ്ങൾ മാത്രമാണ് ഞാൻ തുടക്കത്തിൽ പരാമർശിച്ചു പോയത്. അപ്പോൾ അതിലൊക്കെയും ഈ നിലയിൽ താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയെ. അതിന്റെ തുടർച്ചയാണ് ഇന്നും ഉണ്ടായത് ശ്രീ നോബൽ മാത്യു. അല്ലെങ്കിൽ തന്നെ അദ്ദേഹം പറയുന്ന തരത്തിൽ എവിടെയാണ് വിധവകളുടെയും ആദിവാസികളുടെയും ഒക്കെ ഭൂമി വഖഫിന്റെ പേരിൽ തട്ടിയെടുക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തിട്ടുള്ളത്? അത് ഇനി അധികം വരാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു കേൾക്കണ്ടല്ലോ, വരാൻ പോകുന്നതാണ്. അത് അനധിവിദൂര ഭാവിയിൽ വഖഫ് സ്വത്ത് കൈയടക്കിയ നിരവധി മുതലാളിമാർ, നിങ്ങളുടെ ഭാഷയിലുള്ള മുതലാളിമാർ, ആ മുതലാളിമാരുടെയൊക്കെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരാൻ പോവുക. അത് ഒന്നൊന്നായിട്ട് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതിനെക്കുറിച്ചൊരു ചർച്ച നടന്നു. ആ ചർച്ചയിൽ ഈ മുസ്ലിം നേതാക്കളാണ് പങ്കെടുത്തത്. ഞങ്ങൾ ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ സമിതിയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു ഡൽഹിയിൽ ചർച്ച നടക്കുകയുണ്ടായി. ആ ചർച്ച ബഹുമാനപ്പെട്ട നമ്മുടെ നേരത്തെ രാധാ മോഹൻദാസ് അഗർവാൾജി ഉണ്ടായിരുന്നു, നമ്മുടെ അനിൽ ആന്റണി ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ജമാൽ സിദ്ദിഖിജി ഉണ്ടായിരുന്നു, അതുപോലെ ഇന്ത്യയിലെ പല വഖഫ് ബോർഡ് ചെയർമാന്മാരും ഉണ്ടായിരുന്നു. ആ ചർച്ചയിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്, ആരൊക്കെ കാശ്, പാവപ്പെട്ടവരുടെ കാശ് ആരുടെയൊക്കെ പക്കലുണ്ടെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. അനധിവിദൂര ഭാവിയിൽ അതൊക്കെ പുറത്തു വിടും. ഇപ്പൊ ആദ്യമേ എന്തായിരുന്നു, ഇവിടെ പറഞ്ഞല്ലോ, നരേന്ദ്രമോദി സ്ത്രീകളെ, മുസ്ലിം സ്ത്രീകൾ പ്രസവിക്കുന്ന യന്ത്രങ്ങളാണെന്ന് പറഞ്ഞ്. ഇത് നരേന്ദ്രമോദി പറയുന്നതിന് മുമ്പ് VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ടെന്നേ. അന്ന് നിങ്ങൾക്കൊന്നും ഇല്ലായിരുന്നല്ലോ. VS അച്യുതാനന്ദനാണ് ഇക്കാര്യം ഇവിടെ പറഞ്ഞത്. അന്ന് ആരും ഇതിനെക്കുറിച്ച് ഒന്നും ചർച്ച ചെയ്തില്ലല്ലോ. ഇപ്പോൾ യൂറോപ്പിൽ നടക്കുന്നത്, ഇംഗ്ലണ്ടിൽ നടക്കുന്നത്, ഫ്രാൻസിൽ നടക്കുന്ന, ജർമ്മനിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഞങ്ങളാരും മുസ്ലിങ്ങൾക്കെതിരല്ല. പാവപ്പെട്ട നല്ലവരായ മുസ്ലിങ്ങൾ ഈ വഖഫ് ഭേദഗതി നിയമത്തിന് അനുകൂലമായിട്ടുണ്ട്. പക്ഷേ രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടി, ജിഹാദ് നടത്താൻ വേണ്ടി ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് ഈ നാട്ടിലെ മുസ്ലിങ്ങൾ തന്നെ എതിരാണ്. അവരുടെ നാട്ടിൽ പാവപ്പെട്ട ആൾക്കാരുടെ, അവരുടെ പശ്മന്ത മുസ്ലിംസിനെ ഒക്കെ ചൂഷണം ചെയ്തുകൊണ്ട് പോകുന്ന അവർക്ക് ഈ നാട്ടിലെ വലിയ, അതായത് നിങ്ങളുടെ ഭാഷ ബൂഷ മുസ്ലിങ്ങൾ, അങ്ങനെ ചിലരുണ്ട്. അവരൊക്കെയാണ് ഇപ്പോൾ എതിർ നിൽക്കുന്നത്. ഇന്ന് ഈ വഖഫ് നിയമത്തിനെതിരെ കോടതി പോകുമെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാ, കോടതി പോയാൽ നിൽക്കുമോ? കോടതി പോകാനായിട്ട് ഇതിനകത്ത് കളറബിൾ ലെജിസ്ലേഷൻ ഉണ്ടോ? ഇതിൻ്റെ അകത്ത് അൺറീസണബിൾ ക്ലാസിഫിക്കേഷൻ ഉണ്ടോ? ഇതിനകത്ത് എവിടെയെങ്കിലും മതം പറഞ്ഞിട്ടുണ്ടോ? ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ ഉണ്ടോ? അതുപോലെ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റിയിട്ടുണ്ടോ? ഒന്നുമില്ല. കോടതിയിൽ ചുമ്മാ അവരുടെ ആൾക്കാരെ പറഞ്ഞു നിർത്താൻ വേണ്ടി കോടതിയിൽ പോകും എന്ന് പറഞ്ഞതല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. മുസ്ലിം ലീഗിനെതിരെ SDPI പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, അവരുടെ വഖഫ് ബോർഡിനെതിരെ. മനസ്സിലായോ? പ്രതിഷേധിക്കാത്ത നല്ലവരായ മുസ്ലിം എന്ന്. ഈ പ്രതിഷേധിക്കാത്ത നല്ലവരായ മുസ്ലിം ആരാണ്? രണ്ട്, ഇപ്പോൾ പറഞ്ഞ അവരുടെ ആളുകൾ, ഈ അവരുടെ ആളുകൾ ആരാണ്? അവർ ആരാണ്? അവരുടെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന നമ്മുടെ സ്വത്തുക്കൾ, പാവങ്ങളുടെ സ്വത്തുക്കൾ ചൂഷണം ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. പണ്ട് സഖാവ് നയനാർ പറയുമായിരുന്നു, ചെള്ളക്കടിച്ചപ്പോൾ പള്ള തുറന്നു എന്ന് പറയും. അതുപോലെ ചിലരുടെ പള്ള ഇപ്പോൾ തുറന്നിട്ടുണ്ട്. അവരാണ് പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അവർ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ആ വർഗീയ കലാപമൊക്കെ ഇവിടെ ഇന്ത്യയിൽ തീരും. കോടതിയിൽ പോയി രക്ഷയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വർഗീയ കലാപം ഉണ്ടാക്കി ഈ നിയമത്തിൽ നിന്നും പിന്മാറാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നു, പ്രതീകമാണ്, അതിന്റെ പ്രചാരങ്ങളാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ ഈ നിയമം ഇന്ത്യയിൽ കൊണ്ടുവരും. എന്ന പേരിൽ ഒരു മസ്ജിദ് ഉണ്ടായിരുന്നു. ഇസ്ലാം മത വിശ്വാസികളൊക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ പോയിരുന്ന ഒരു മസ്ജിദ് ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുകയും അത് രാത്രിയുടെ മറവിൽ പൊളിക്കുകയും കലാപത്തിന് ആഹ്വാനം ചെയ്യുകയും കലാപത്തിലേക്ക് രാജ്യത്തെ തള്ളിവിടുകയും ചെയ്ത ആളുകളെ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഞാൻ പറയട്ടെ. അന്ന് ഇപ്പോഴത്തെ CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാഷോടൊപ്പം ഞാനും ചില 91 തെരഞ്ഞെടുപ്പ്, അന്ന് ഞാനൊക്കെ കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗം KSയുടെ പ്രസിഡന്റായിരുന്നു, പ്രചരണത്തിന് പോയിട്ടുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞ പ്രചരണമാണ്, ബാബറി മസ്ജിദ് പൊളിച്ചതാരാ? BJP. ബാബറി മസ്ജിദ് പൊളിക്കാൻ കൂട്ടുനിന്ന ആരാ? കോൺഗ്രസ്. അന്ന് പറഞ്ഞതാണ്.
ഞങ്ങൾക്ക് മണ്ഡലം മസ്ജിദും അല്ല പ്രശ്നം, ഞങ്ങൾക്ക് മഞ്ചേരിയും പൊന്നാനിയുമാണ് പ്രശ്നം എന്ന് അദ്ദേഹം പ്രസംഗിച്ച ആരുടെയെങ്കിലും സ്വത്ത് പിടിച്ചെടുക്കാൻ, ഈ സ്വത്ത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അതൊരു വിഭാഗം ആ നിലയിൽ കണ്ട ഭൂമി അല്ലെങ്കിൽ മസ്ജിദ് ആരാധനാലയം എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അതിലും വലിയ കലാപാഹ്വാനം ഈ രാജ്യത്ത് മുൻപ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ശ്രീ നോബിൾ മാത്യു? അതല്ലേ ചോദ്യം. ഞാൻ മടങ്ങി വരാം അങ്ങയിലേക്ക്, മറ്റുള്ളവരിലേക്ക് കൂടി പോകട്ടെ. ഞാൻ മടങ്ങി വരാം. ശ്രീ കെ വി അബ്ദുൽ ഖാദർ, നോക്കൂ, നരേന്ദ്രമോദി വലിയ ന്യൂനപക്ഷ സ്നേഹി എന്ന് പറഞ്ഞു തുടങ്ങിയ നോബിൾ മാത്യു അദ്ദേഹത്തിന്റെ സോഷ്യലിസ്റ്റ് എന്നും കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ ഈ ഭൂമാഫിയയുടെ കയ്യിൽ ഉള്ള ഭൂമി പിടിച്ചെടുത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കാനായി ആവിഷ്കരിച്ച നിയമം മാത്രമാണോ ഈ വഖഫ് ഭേദഗതി നിയമം 1? അതിനെക്കുറിച്ച് മാത്രമാണോ പ്രധാനമന്ത്രി ഇന്ന് പ്രസംഗിക്കുകയും പരാമർശിക്കുകയും ചെയ്തത്? ഹിറ്റ്ലറുടെ ഒരു പ്രചരണ മന്ത്രി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് ഗീബൽസ് എന്നായിരുന്നു. ഒരു നുണ 100 ആവർത്തിച്ച് പറഞ്ഞാൽ അത് സത്യമായി മാറും എന്നുള്ള തിസീസ്, അതാണ് ഗീബൽസിയൻ സിദ്ധാന്തം എന്ന് നമ്മൾ പൊതുവിൽ വിളിക്കപ്പെടുന്നത്. ഇവിടെ ശ്രീ നോബിൾ മാത്യു അതേ സിദ്ധാന്തം ആവർത്തിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? 2 നുണകൾ അദ്ദേഹം തട്ടിവിടുകയാണ്, സ്വാഭാവികം എന്ന മട്ടിൽ. ഒന്ന്, ഇപ്പൊ പാസാക്കിയ നിയമം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമാണ്. 2, ബാബറി മസ്ജിദ് തകർത്തത് ഉൾപ്പെടെ എല്ലാം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി BJP ചെയ്ത സേവനങ്ങളായിരുന്നു. ഇതില് അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങളും പരിശോധിക്കാം. ഒന്ന്, എന്താണ് വഖഫ് ഭേദഗതി നിയമം? 1995 വഖഫ് നിയമം ഒരു ഭീകര നിയമമാണ് എന്ന മട്ടിലാണല്ലോ ഇവർ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ? അല്ല എന്ന നിയമം വായിച്ച എല്ലാവർക്കും അറിയാം. ഞാൻ ഈ ബോർഡിന്റെ ചെയർമാനായിട്ട് 2.5 കൊല്ലം പ്രവർത്തിച്ച ഒരാളാണ്. എന്താണ് യഥാർത്ഥത്തിൽ ആ നിയമം വിഭാവനം ചെയ്യുന്നത്? ഞാൻ 2-3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, ഇന്ത്യയിലുള്ള മുസ്ലിം ആരാധനാലയങ്ങളുടെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട ഒരു സംവിധാനമാണ് വഖഫ് ബോർഡുകൾ. ആ വഖഫ് ബോർഡുകൾ സംസ്ഥാന ഗവൺമെന്റുകളാണ് നിയമം അനുസരിച്ച് വഖഫ് ബോർഡുകളുടെ രൂപീകരണം ചിട്ടപ്പെടുത്തുന്നത്. അത് തെരഞ്ഞെടുപ്പുകളിലൂടെയാണ്. ഏതാനും പേരെ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന വഖഫ് ബോർഡ് ചെയർമാൻ പദവിയും തെരഞ്ഞെടുക്കപ്പെടുന്നതാണ്. ആ വഖഫ് ബോർഡിന് വഖഫ് നിയമം 40 അനുസരിച്ച് ഈ ഭൂമികളുടെ നിർണയം നടത്താനുള്ള ക്വാസി ജുഡീഷ്യൽ അധികാരവും നൽകിയിരുന്നു. മാത്രമല്ല, ഇവിടെ പൊതുവിൽ ചർച്ച ചെയ്യപ്പെടാത്തൊരു കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇപ്പോ വഖഫ് നിയമത്തിനെതിരായിട്ട് വാളെടുത്ത പലരും നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ വിസ്മരിക്കുകയോ കാണാതിരുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഗവൺമെന്റ് സംവിധാനം, അത് സംസ്ഥാന ഗവൺമെന്റ് കീഴിൽ, കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ സെൻട്രൽ വഖഫ് കൗൺസിൽ, ഈ എല്ലാ മുസ്ലിം ദേവാലയങ്ങളുടെയും വരുമാനത്തിന്റെ 7% ഗവൺമെന്റ് നിയന്ത്രിത സംവിധാനങ്ങൾക്ക് നൽകണം നിലവിലുള്ള വഖഫ് നിയമം അനുസരിച്ച്. എന്ന് വെച്ചാൽ 6% സംസ്ഥാന വഖഫ് ബോർഡിനും അതിൽ നിന്ന് 1% കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള സെൻട്രൽ വഖഫ് കൗൺസിലിനും നൽകുന്നത് എന്ത് ഭീകരതയാണ് മിസ്റ്റർ നോബിൾ മാത്യു? നോബിൾ മാത്യു മാത്രമല്ല, അതിന് മറുപടി നൽകേണ്ട പലരും ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഈ രാജ്യത്ത് ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ വളരെ സമർത്ഥമായിട്ട് ഈ വിഷയങ്ങളെല്ലാം മൂടിവെച്ച ആളുകൾ 1 രൂപ പോലും തങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഗവൺമെന്റ് നിയന്ത്രിത സംവിധാനങ്ങൾക്ക് നൽകാത്തവർ പോലും വഖഫ് ബോർഡും വഖഫ് നിയമവും ഭീകരമാണ് എന്നിവിടെ പറയുകയുണ്ടായി. അപ്പോ ഇത് കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും വരുമാനത്തിന്റെ വിഹിതം വഖഫുകളിൽ നൽകുന്ന ഒരു സംവിധാനമാണ് ഭരണഘടനാനുസൃതമായിട്ട് ഇവിടെ നിലനിന്നിരുന്നത് എന്ന കാര്യം ഈ ചാർച്ചകരൊന്നും പറയുന്നില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. പക്ഷെ അദ്ദേഹം എത്ര ജുഗുപ്സാവഹമായ നുണയാണ് തട്ടിവിടുന്നത്. ഏത് ഭൂമിയാണ് സാർ തട്ടിയെടുത്തത്? ഇന്ത്യയിലെ വഖഫ് ഭൂമികൾ യഥാർത്ഥത്തിൽ അത് അന്യാധീനപ്പെട്ടത് എങ്ങനെയാണ്?
ഇപ്പോ പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള വ്യവസായിയുടെ ബഹുനില മന്ദിരം മുംബൈയിൽ നിലനിൽക്കുന്നത് വഖഫ് ഭൂമിയിലാണ് എന്ന് കണ്ടെത്തിയത് സെൻട്രൽ ഗവൺമെന്റ് നിയോഗിച്ച ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയാണ് റഹ്മാൻ ഖാന്റെ നേതൃത്വത്തിലുള്ളത്. അത്തരത്തിൽ തട്ടിയെടുക്കപ്പെട്ട ഭൂമികൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഭേദഗതി നിയമം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ നിഷേധിക്കാൻ പറ്റുമോ? ഇത് നമ്മുടെ രാജ്യത്തുള്ള സംഗതിയാണ്. മറ്റൊരു കാര്യം, ഭരണഘടന അനുസരിച്ച് നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ നിഷേധവുമാണ്. ഇപ്പൊ വഖഫ് ബോർഡുകളെ നിയന്ത്രിക്കുന്ന നിയമം ഭേദഗതി ചെയ്ത് ആ വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ പിടിച്ചെടുത്ത് ആർക്ക് നൽകുന്നു? ജില്ലാതലത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുകയാണ്. ഉത്തരേന്ത്യയിൽ ആ അധികാരം ജില്ലാ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്നതിലൂടെ എന്താണ് സാർ നടപ്പിലാക്കാൻ പോകുന്ന നീതി? അവിടെ നീതി ലഭ്യമാകുമോ ഇന്നത്തെ സാഹചര്യത്തിൽ? അവിടെ നിങ്ങൾ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വഖഫ് ബോർഡുകൾക്കുള്ള അധികാരം കൈയാളിയാൽ എങ്ങനെയാണ് വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണം നടക്കുക? അപ്പൊ തികച്ചും നമ്മുടെ ഗവൺമെന്റും ഇപ്പോൾ ഭരിക്കുന്ന ആളുകളും ഭരണഘടന നൽകുന്ന സംരക്ഷണം തട്ടി തകർക്കുകയാണ്. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി എന്തെല്ലാം പുളുവടിയാണ് നടത്തുന്നത്. ഇവിടെ വഖഫ് ഭൂമി എന്ന് പറയുന്നത് എന്താ? ഇവിടെ നമുക്കറിയാം, ഇപ്പൊ പള്ളി, മദ്രസ ഇതുപോലുള്ള ആരാധനാലയങ്ങൾ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യണം. വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്താൽ യഥാർത്ഥത്തിൽ ഗവൺമെന്റിലേക്ക് വരുമാനമുണ്ട്, അതായത് വഖഫ് ബോർഡിലേക്ക് വരുമാനമുണ്ട്. അപ്പൊ ആദ്യഘട്ടത്തിലൊക്കെ രജിസ്ട്രേഷൻ താല്പര്യമില്ലാതിരുന്ന സ്ഥാപനങ്ങളുണ്ട്. അത്തരം സ്ഥാപനങ്ങളെ നിർബന്ധിച്ച് രജിസ്റ്റർ ചെയ്യുകയും ആ രജിസ്ട്രേഷനിലൂടെ നേരത്തെ ചൂണ്ടിക്കാണിച്ച കെട്ടിടങ്ങളായാലും ഭൂമിയായാലും അതിന്റെ ആദായത്തിന്റെ 7% ഗവൺമെന്റിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംവിധാനത്തെയാണ് നിങ്ങൾ ഭീകര സംവിധാനം എന്ന് വിളിച്ചിരുന്നത്. ഇവിടെ ഭേദഗതി നിയമത്തിലൂടെ നടപ്പിലാക്കപ്പെടുന്നത് വഖഫ് ബോർഡ് ചെയർമാൻ നോമിനേറ്റഡ് ആകുന്നു, വഖഫ് ബോർഡിലേക്ക് വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ കൊടുക്കുന്നു. നീതിയാണോ അത്? ഇതൊക്കെ എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്? നമ്മുടെ രാജ്യത്തെ ഭരണഘടനയും ജനാധിപത്യ സംവിധാനവും മതന്യൂനപക്ഷങ്ങൾക്ക് നൽകിയിരുന്ന അംഗീകാരം തകർക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്തിട്ടുള്ളത്. അത് ഉപയോഗിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കാനും കലാപങ്ങൾ ഉണ്ടാക്കാനും പുതിയ തർക്കങ്ങൾ ഉണ്ടാക്കി സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാനുമുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം ചെയ്തികളെ ജനാധിപത്യപരമായും നിയമപരമായിട്ടുമാണ് നേരിടേണ്ടത്. ഏതെങ്കിലും തരത്തിൽ വൈകാരികമായിട്ട് ഈ വിഷയങ്ങളെ സമീപിച്ച് സംഘർഷത്തിലേക്ക് പോകുന്നതിന് ഒരു യോജിപ്പും ഞങ്ങൾക്കില്ല. അതേസമയം ജനാധിപത്യപരമായിട്ട് ഇക്കാര്യത്തിൽ പ്രതിഷേധിക്കുകയും വേണം. അവരെ മുഴുവൻ ആക്ഷേപിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിലപാടിനെ എത്രമേൽ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അത് വസ്തുതയാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, ഷാക്കിർ, സി കെ ഷാക്കിർ, ഇതിനോടകം തന്നെ ഈ വഖഫ് എന്ന ഏതെങ്കിലും ഒരു ഭൂമിയിൽ പോയി ഏതെങ്കിലും ഒരു വിഭാഗം ഇത് വഖഫാണെന്ന് പറയുന്ന മാത്രയിൽ അത് വഖഫാകുകയും അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെയൊക്കെ അവകാശങ്ങൾ ആ നിമിഷം തന്നെ റദ്ദ് ചെയ്യപ്പെടുകയും ചെയ്യും എന്നൊരു തെറ്റായ നറേറ്റീവ് ഇതിനോടകം തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ശേഷം പ്രത്യേകിച്ചും അതിനുശേഷം ഒരു തരത്തിലും അവർക്ക് നിയമ പോരാട്ടങ്ങളോ നിയമ സഹായമോ ലഭിക്കില്ല എന്നൊരു സന്ദേശം കൂടി ഇവിടെ നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് വഖഫ് ഭേദഗതി നിയമം വരുന്നത് എന്ന് നമുക്കറിയാം. അതിന് പിന്നാലെ വലിയ പ്രക്ഷോഭം പലയിടത്തും ഉണ്ടാകുന്നു. എല്ലാ സംഘടനകളും സുപ്രീം കോടതിയിലേക്ക് ഹർജിയുമായി പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആദിവാസികളുടെ ഉൾപ്പെടെ ഭൂമി വഖഫിന്റെ മറവിൽ കൊള്ളയടിക്കപ്പെട്ടു, പിടിച്ചെടുക്കപ്പെട്ടു എന്നൊരു തെറ്റായ കാര്യം ഒരു പൊതുവേദിയിൽ പറയുന്നത്. ഒരു തരത്തിലുമുള്ള ഇമ്പാക്റ്റ് ഈ രാജ്യത്ത് അത് ഉണ്ടാക്കില്ല എന്ന് നിഷ്കളങ്കമായി നമ്മളൊക്കെ വിശ്വസിക്കണം. അതായത് BJPയുടെ ഈ നിയമം കൊണ്ടുവരാൻ പറഞ്ഞിരുന്ന എല്ലാ വാദങ്ങളും ഈ ബില്ല് നിയമമായ ശേഷം പൊളിഞ്ഞു പോയതിൻ്റെ ഒരു ജാള്യതയാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വഴി ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. പാർലമെൻറ്റിൽ 12 മണിക്കൂർ ലോകസഭയിലും 12 മണിക്കൂർ രാജ്യസഭയിലും ചർച്ച ചെയ്തപ്പോൾ വാ തുറക്കാത്ത ഈ പ്രധാനമന്ത്രി ഇപ്പോൾ നേരത്തെ ക്രിസ്തുമത വിശ്വാസികളെ ഉൾപ്പെടെ കേരളത്തിലെ മുനമ്പം പരാമർശിച്ചുകൊണ്ട് കൂടെ നിർത്താൻ ശ്രമിച്ചവർ ഇന്ന് ഡൽഹിയിൽ കാട്ടിയതും ഈ വഖഫ് ബില്ലിൻ്റെ യഥാർത്ഥ ബില്ല് നിയമമായപ്പോൾ എങ്ങനെയാണ് ഇതിനെ ബാധിക്കുക എന്ന് ആളുകൾ തിരിച്ചറിഞ്ഞപ്പോൾ എല്ലാവരും ഇപ്പോൾ വഖഫ് ബിൽ നിയമത്തിന് എതിരായി മാറിയിട്ടുണ്ട്. ആ സമയത്താണ് ഇപ്പോൾ
പ്രധാനമന്ത്രി ഈ ജാതി കള്ളത്തരങ്ങൾ പറയും. നേരത്തെ കെ പി അബ്ദുൽ ഖാദർ പറഞ്ഞതുപോലെ ജോസഫ് ഗീബൽസിനെ തോൽപ്പിക്കുന്ന തരത്തിൽ പ്രധാനമന്ത്രി തന്നെ പ്രോപ്പഗണ്ട മിനിസ്റ്ററായി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സംഘികൾക്ക് കൊടുത്ത് അത് രാജ്യത്ത് വിതരണം ചെയ്യുകയാണ്. നിങ്ങൾ നോക്കേണ്ടത് ഇന്ന് ബി ആർ അംബേദ്കറിൻ്റെ 134-ാം ജന്മദിനമാണ്. ഈ 134-ാം ജന്മദിനത്തിൽ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ ബി ആർ അംബേദ്കറെ നിരന്തരമായി കൊല്ലാക്കൊല ചെയ്യുന്ന സമീപനമാണ് ഏറ്റവും ഒടുവിലായി ഇന്ന് നരേന്ദ്രമോദിയുടെ പ്രസ്താവനയിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, അദ്ദേഹം കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് ഇന്ന് പരാമർശിച്ചിട്ടുള്ള ഒരു കാര്യം, ആദിവാസികൾ, ദളിതുകൾ ഉൾപ്പെടെയുള്ള ആളുകളെ കോൺഗ്രസ് മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ബി ആർ അംബേദ്കറെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിച്ചു എന്നുള്ളതാണ്. അർദ്ധസത്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത് നമ്മൾ ജനങ്ങളോട് തിരുത്തി പറയേണ്ടത്. ആദിവാസികളെയും ന്യൂനപക്ഷങ്ങളെയും മാറ്റി നിർത്തി മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നു എന്ന അർത്ഥത്തിലാണ് അത് പറഞ്ഞത്. ഇതിനു മുൻപ് 2019 തെരഞ്ഞെടുപ്പ് സമയത്തും ഇതേ പരാമർശം അദ്ദേഹം നടത്തിയിരുന്നു. അതുകൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഓക്കെ, അത് നമുക്ക് ചരിത്ര വസ്തുതയിലേക്ക് പോകാം. ഒരു മിനിറ്റ് മാത്രം. അതായത് ബി ആർ അംബേദ്കർ മഹാരാഷ്ട്രയിൽ നിന്ന് അസംബ്ലിയിലേക്ക് മത്സരിച്ചപ്പോൾ സ്വാഭാവികമായും അന്ന് കോൺഗ്രസിന്റെ എതിരാളിയായും എതിർപക്ഷത്തുണ്ടായി കോൺഗ്രസ് തോൽപ്പിച്ചു എന്നത് വസ്തുതയാണ്. പക്ഷേ ആ ബി ആർ അംബേദ്കറെ ബംഗാളിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ച് അന്നത്തെയും എന്നത്തെയും പ്രമുഖരായിട്ടുള്ള SC നേതാവ്, ഇന്ത്യയിലെ SC നേതാവ് യോഗേന്ദ്രനാഥ് മണ്ഡൽ സർവ്വ മുസ്ലിം ലീഗിന്റെ നേതാവ് ജിന്നയുടെ അടുത്ത് വന്ന് പിന്തുണ തേടുകയും മുസ്ലിം ലീഗ് പിന്തുണ നൽകി ബംഗാളിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ബി ആർ അംബേദ്കർ എത്തിയപ്പോൾ ആ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചെയർമാനായി, അതിൻ്റെ നേതാവായി ബി ആർ അംബേദ്കർ നിയോഗിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയായി ബി ആർ അംബേദ്കറെ കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ നിന്നുള്ള KR നാരായണൻ ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് രാഷ്ട്രപതിയാണ്. അദ്ദേഹത്തെ കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതുപോലെ നമുക്ക് ഒട്ടനവധി ഉദാഹരണങ്ങൾ അങ്ങനെ പറയാൻ കഴിയും. എന്നാൽ നിങ്ങൾ നോക്ക്, ഇപ്പൊ പാർലമെന്റിൽ ഉദ്ഘാടന സമയത്ത് നരേന്ദ്രമോദി എന്താ ചെയ്തത്? ഇന്ത്യയുടെ ദളിതായിട്ടുള്ള രാഷ്ട്രപതിയെ മാറ്റി നിർത്തി ആ പരിപാടിയിലേക്ക് പോലും അടുപ്പിക്കാതെ ആ സവർണ മേധാവിത്വം അല്ലെങ്കിൽ ഈ പിന്നോക്ക ജനവിഭാഗത്തിലുള്ള അവരുടെ വിദ്വേഷം കാണിച്ചതല്ലേ, പ്രകടമാക്കിയതല്ലേ. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ BJPയും സംഘപരിവാരും ഇന്ത്യയിലെ മുസ്ലിംകളോട് മാത്രമല്ല ദ്രോഹം ചെയ്തിട്ടുള്ളത്, ഇന്ത്യ രാജ്യത്തോട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദിവാസികളോട്, ദളിതുകളോട്, എല്ലാവരോടും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ക്രിസ്ത്യാനികളോടും ജബൽപൂരിലാവട്ടെ, മണിപ്പൂരിലാവട്ടെ, ഇപ്പോൾ ഇന്നലെ ഡൽഹിയിൽ ഉൾപ്പെടെ ക്രിസ്തുമത വിശ്വാസികളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാ വിഭാഗം ആളുകളെയും ദ്രോഹിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന വിദ്വേഷ പ്രചാരകന് മാത്രമല്ല, വിദ്വേഷം പ്രചരിപ്പിക്കുകയും ആ വിദ്വേഷം ജനങ്ങൾക്കിൽ പ്രചരിപ്പിച്ച് അധികാരമാസ്വദിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദിയുടെ പ്രസ് എന്താണ്? അദ്ദേഹം എങ്ങനെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരുന്നത്? 2002 ഗുജറാത്തിൽ 2000-ഓളം വരുന്ന മുസൽമാന്മാരെ കൊലപ്പെടുത്തി, ക്രൂരമായി കൊലപ്പെടുത്തി. ആ കൊലപ്പെടുത്താൻ ഗോദ്രയിലെ സബർമതി എക്സ്പ്രസിന് ഹിന്ദുമത സന്യാസിമാരെ കൊലപ്പെടുത്തി കാരണമുണ്ടാക്കിയവനാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. മറക്കാൻ കഴിയില്ല, ചരിത്രമല്ലേ. അങ്ങനെയുള്ള ഒരാളാണ് ഇന്ന് വന്നിട്ട് ഇത് വഖഫ് കൊള്ള മുതൽ സംരക്ഷിക്കാൻ വേണ്ടി, കൊള്ളയടിക്കുന്ന സംരക്ഷിക്കാൻ വേണ്ടി നിയമം കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ, നേരത്തെ ഇവിടെ പരാമർശിച്ചല്ലോ, വഖഫ് എന്ന് പറഞ്ഞാൽ അത് ആരുടേത് കട്ടെടുത്തതല്ല, അത് തെറ്റായി ഇവിടെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. വഖഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇസ്ലാം മത വിശ്വാസികൾ ദാനം ചെയ്യുന്ന, പാരത്രിക ജീവിത മോക്ഷത്തിന് വേണ്ടി ദാനം ചെയ്യുന്ന ഭൂമി അല്ലെങ്കിൽ സ്വത്താണ് വഖഫ്. അതല്ലാതെ സർക്കാരിൽ നിന്ന് വാങ്ങിയതോ വേറെ ആരുടെയെങ്കിലും ഭൂമി പിടിച്ചെടുത്തതോ അല്ല. ആ തെറ്റായ സംഗതി ഇപ്പോൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് മുസ്ലിംകളല്ലാത്ത ഇന്ത്യയിലെ 99% മതേതര വിശ്വാസികളും ഈ വഖഫ് നിയമത്തിനെതിരെ ഇപ്പോൾ പ്രതിഷേധവുമായി തെരുവിലുണ്ട്, കോടതിയിലുണ്ട്. പാർലമെന്റിൽ ഇവർക്ക് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ആ ബില്ല് നിയമമാക്കാൻ ഇവർക്ക് പറ്റി, രാഷ്ട്രപതിയെ കൊണ്ട് ഒപ്പുവെപ്പിക്കാനും പറ്റി. പക്ഷേ നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം കളിയാക്കി, ഇതിൽ എന്താണ് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളത്, എന്തിനാണ് ഇവർ കോടതിയിൽ പോയത്? അദ്ദേഹം ആ വഖഫ് നിയമത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? നോബിൾ മാത്യു അത് വായിച്ചിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങൾ എന്താ പറഞ്ഞത്? ഇവിടെ ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യത്തിനെതിരാണ് ഈ നിയമം, അതുകൊണ്ടാണ് കോടതിയിൽ ആർട്ടിക്കിൾ 25, 26, 29 ഭരണഘടനാ വിരുദ്ധമായ നിയമത്തെ ചോദ്യം ചെയ്യാൻ ഇന്ത്യയിലെ പൗരന്മാർക്ക് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാ, ആ നിയമത്തിന്റെ അവകാശമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും സുപ്രീം കോടതിയിൽ ഉപയോഗിക്കുന്നത്. ഫാസിസ്റ്റ് സർക്കാരിന്റെ ഫാസിസ്റ്റ് ചെയ്തികൾക്കെതിരെ പോരാടാൻ ഇന്ത്യയിലെ മറ്റു മാർഗമാണ് സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികൾ. അപ്പോൾ സ്വാഭാവികമായി പോയി അതിൽ വിജയം നേടുന്നതുവരെ ശക്തമായി പ്രക്ഷോഭത്തിന് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ആളുകൾ നിയമപരമായും ജനാധിപത്യപരമായും മുന്നിലുണ്ടാകും. അത് തെറ്റിദ്ധരിപ്പിക്കുന്ന, ഇപ്പോൾ അത് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ വഖഫ് നിയമം കൊണ്ടുവന്ന സാഹചര്യമല്ല ഈ ഒരാഴ്ച കൊണ്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. എല്ലാവർക്കും ബോധ്യമായി
ഇത് ഒരു സമുദായത്തിൻ്റെ, ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയങ്ങളും അതുപോലെ തന്നെ സ്വത്തുകളും കൊള്ളയടിക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു പുതിയ നിയമമാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, പിന്നെ ഇന്ത്യയിലെ സ്വത്തുകൾ കൊള്ള ചെയ്യുന്നതിനെ കുറിച്ച്. നോക്കൂ നിങ്ങൾ, ഇപ്പോൾ അമേരിക്കയിൽ പുതുതായി കൊണ്ടുവരുന്ന ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമത്തിനൊക്കെ അനുകൂലമായി നിന്നുകൊടുത്ത് രാജ്യത്തെ കൊള്ളയടിക്കാൻ കൂട്ടുനിൽക്കുന്നവനാര്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്തെങ്കിലും തീരുമാനം, നിലപാട് ഈ ട്രംപിനെതിരെ എടുക്കുന്നുണ്ടോ? അങ്ങനെ കൃത്യമായി നമുക്ക് ഓരോന്നായി പറയാൻ കഴിയും. നരേന്ദ്രമോദിയാണ് രാജ്യത്തെ കൊള്ളയടിക്കുന്നത്, നരേന്ദ്രമോദിയാണ് രാജ്യത്ത് വിദ്വേഷം പ്രചരിപ്പിക്കുന്നത്, നരേന്ദ്രമോദിയാണ് ആദിവാസികളെയും BR അംബേദ്കറിന്റെ ജനവിഭാഗത്തെയും അധിക്ഷേപിക്കുന്നത്, ആക്രമിക്കുന്നത്, ആട്ടിയോടിക്കുന്നത്. അത് നമുക്ക് തുറന്നു പറയാനുള്ള ഒരു അവസരമാണ് ഇന്ന് പ്രധാനമന്ത്രി. നോബൽ മാത്യു, തുടക്കത്തിൽ അങ്ങ് സൂചിപ്പിച്ചു ഈ പ്രധാനമന്ത്രി മുസ്ലിങ്ങൾക്കെതിരെയല്ല ഈ ഭൂമാഫിയക്കെതിരെ ആണ് പരാമർശം നടത്തിയതെന്ന്. അപ്പോൾ അദ്ദേഹം ചില കണക്കുകളൊക്കെ പറയുന്നുണ്ടല്ലോ. ആദിവാസികളുടെ ഭൂമിയൊക്കെ ഇവർ തട്ടിയെടുത്ത കാര്യം, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ പിടിച്ചെടുത്ത കാര്യം, സ്ത്രീകളുടെ ഉൾപ്പെടെ ഭൂമി തട്ടിയെടുക്കുകയും അവകാശങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു എന്ന മട്ടിലൊക്കെ എന്ത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി ആ കണക്കുകൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വസ്തുതകൾ വെച്ച് തർക്കിക്കാമല്ലോ. നോബൽ മാത്യു, പറയൂ, ഏതൊക്കെ ആദിവാസികളുടെ ഭൂമി എവിടെയൊക്കെ ഏതൊക്കെ മട്ടിൽ ഏതൊക്കെ കാലത്ത് വഖഫിന്റെ പേരിൽ പിടിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട്? അബ്ദുൽ ഖാദർ പറഞ്ഞതും കോൺഗ്രസിന്റെ മറുപടി പറയാൻ അതിൻ്റെ അകത്ത് ഒന്ന്, ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ പറഞ്ഞല്ലോ 95 നിയമം, അതിൻ്റെ അകത്ത് സെക്ഷൻ 40. ആ സെക്ഷൻ 40 എന്ന് പറഞ്ഞാൽ പറയുക സംഭവിച്ച അതാണ് അവരുടെ അത് അന്തിമമാണ്. അതിനെതിരെ മറ്റൊരു കോടതിയിൽ പോകാൻ ഒക്കുകയില്ല. സുപ്രീം കോടതി മറ്റൊരു കോടതിയിലും പോകാൻ ഒക്കുകയില്ലായിരുന്നു. ശരി, ഞാൻ വരാം നോബൽ മാത്യു. ചെറിയ സാങ്കേതിക തടസ്സം നേരിടുന്നുണ്ട്, അത് പരിഹരിച്ച ശേഷം ഞാൻ അങ്ങിലേക്ക് മടങ്ങി വരാം. ശ്രീ അബ്ദുൽ ഖാദർ, എനിക്ക് തോന്നുന്നു നോബൽ മാത്യു അവസാനം പറയാൻ ശ്രമിച്ചത് മുൻപ് ഈ വഖഫുമായി ബന്ധപ്പെട്ട ഒരു വഖഫ് ട്രൈബ്യൂണലിന്റെ ഒരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ മറ്റൊരു കോടതിയും സമീപിക്കാൻ പറ്റില്ല, കുറച്ചധികം നാളുകളെ ഇവർ പ്രചരിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷേ അത് സിവിൽ കേസായി മാത്രമാണ് ഹൈക്കോടതിയിൽ പോകാനാകാത്തതെന്നും റിട്ട് ഹർജിയായി ഹൈക്കോടതിയിൽ ആ വിഷയത്തിൽ വീണ്ടും നിയമ പോരാട്ടം നടത്താനുള്ള അവകാശം മുൻപത്തെ നിയമം തന്നെ നൽകുന്നുണ്ടായിരുന്നു എന്നുള്ളതും എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ മറച്ചു വെക്കപ്പെടുന്നത് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ട്, മുനമ്പം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് പുതിയ നിയമ ഭേദഗതി വന്നാൽ എല്ലാം ശരിയാകും എന്നവർ പറഞ്ഞത്. പക്ഷേ വീണ്ടും നിയമത്തിന്റെ നൂലാമാലകളിലേക്കും കുരുക്കിലേക്കും പോകുന്നതിനപ്പുറം എന്താണ് പുതിയ നിയമ ഭേദഗതി കൊണ്ട് ഈ പറയുന്ന ആളുകൾക്ക് പ്രയോജനം? കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു സമീപനത്തെ കുറിച്ചുള്ള എന്റെ നിരീക്ഷണം കൂടെ പറയേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഈ വഖഫ് നിയമ ഭേദഗതി വരുന്നതിന് മുമ്പ് കേരളത്തിലെ മാധ്യമങ്ങൾ സംഘടിതമായിട്ട് ഇവിടെ വലിയ തോതിലുള്ള പ്രചാരണം നടത്തി. അത് മുനമ്പം ഭൂമിയെ മുൻനിർത്തിയിട്ടുള്ള ഒരു പ്രചാരണമായിരുന്നു. അത് നടത്തിയത് ഈ വഖഫ് നിയമ ഭേദഗതി അനിവാര്യമായിട്ടുള്ള ഒന്നാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടായിരുന്നു. സംഘടനകൾ അതിനനുകൂലിച്ചുകൊണ്ട് പ്രസ്താവനകൾ നടത്തുകയും ചെയ്തത്. ശ്രീ നോബൽ മാത്യു ഇവിടെ പറഞ്ഞൊരു കാര്യം, വഖഫ് ബോർഡിന്റെ വിധി അന്തിമമാണ് എന്ന് ഏത് നിയമത്തിലാണ് സാർ പറഞ്ഞിട്ടുള്ളത്? തെറ്റായിട്ട് മാത്രമുള്ള യോഗങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസ്താവനകൾ മാത്രം ഞാൻ 2.5 വർഷം വഖഫ് ബോർഡ് ചെയർമാനായിരുന്ന ആളാണ്. വഖഫ് ബോർഡ് ഒരു ക്വാസി ജുഡീഷ്യൽ സംവിധാനമാണ്. എതിരായിട്ട് അല്ലെങ്കിൽ വഖഫ് ഭൂമി കൈകാര്യം ചെയ്യുന്നതിൽ 2 കക്ഷികൾ, മുസ്ലിങ്ങളിൽ തന്നെ അത് സംബന്ധിച്ച് വഖഫ് ബോർഡിന് ഒരു വിധി പ്രഖ്യാപിക്കാം. വഖഫ് വിധിയെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാം. വഖഫ് ബോർഡിന്റെ വിധിയെ മറ്റു ഉപരി ഹൈക്കോടതിയുടെ മുകളിൽ എന്ന് ആരാണ് അദ്ദേഹത്തോട് പറഞ്ഞത്? അപ്പൊ ായിട്ടുള്ള കാര്യം, തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വിദ്രോഹകരമായിട്ടുള്ള ഭരണഘടനാ വിരുദ്ധമായ ചെയ്തിയെ ന്യായീകരിക്കാൻ വേണ്ടി 2, ഏതെങ്കിലും ഭൂമി പിടിച്ചെടുക്കാനുള്ള അധികാരം വഖഫ് ബോർഡിനുണ്ടോ? ഇപ്പോ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലേക്ക് കടന്നത് വഖഫാണ് എന്ന് പറയാനുള്ള അധികാരമുണ്ടോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ നേരത്തെ ഉള്ള
ശരി, ഞാൻ വരാം. ശ്രീ അബ്ദുൽ ഖാദർ, റേഞ്ചിന്റെ പ്രശ്നം നേരിടുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ശ്രീ ഷാക്കിർ, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞ തരത്തിലുള്ള നുണപ്രചാരണങ്ങൾ ഇവിടെ നിലനിന്നിരുന്നു ആദ്യഘട്ടത്തിൽ എന്നുള്ളതാണ്. ഇപ്പോൾ അതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി ഈ വിദ്വേഷ പ്രചാരകന്റെ കുപ്പായം എടുത്താണ് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് അദ്ദേഹം ഒരു ഡേറ്റയും ഇല്ലാതെയാണ്, വിശദാംശങ്ങളിലേക്ക് ഒന്നും കടക്കാതെയാണ് ഈ നിലയിൽ സാധാരണക്കാരന്റെയും ആദിവാസികളുടെയും ഒക്കെ ഭൂമി മുസ്ലിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു പരാമർശം നടത്തിപ്പോകുന്നത്. അപ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്ക് അവരിൽ ഉണ്ടാക്കുന്ന ഒരു ഭീതി ഉണ്ടല്ലോ, ഒരു അപരവൽക്കരണം ഉണ്ടല്ലോ. അതിന് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന ഏറ്റവും ഗുരുതരമായ സാഹചര്യം അതല്ലേ കാണേണ്ടത്? തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ നരേന്ദ്രമോദിയെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാമല്ലോ. സംഘപരിവാറിൻ്റെ കഴിഞ്ഞ കാലത്തെ ചെയ്തികൾ, അതിലേറ്റവും ക്രൂരനായ ഒരു സംഘപരിവാറിൻ്റെ ആളാണ് നരേന്ദ്രമോദി. നമുക്കറിയാം, എൽകെ അഡ്വാനിയെ, വാജ്പേയിയെ, മുരളി മനോഹർ ജോഷിയെ, യശ്വന്ത് സിംഗിനെ പോലെയുള്ള ആളുകളൊക്കെ എന്താ പറയുക, BJPക്ക് അകത്ത് തന്നെ ഉന്മൂലനം ചെയ്തിട്ടാണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി BJPയുടെ കേന്ദ്ര നേതൃത്വത്തിലേക്ക് വരുന്നത്. അപ്പോൾ അറിയാം അദ്ദേഹം ആരാണ് എന്നുള്ളത് BJPക്കാർക്കും ഇന്ത്യക്കാർക്കും എല്ലാവർക്കും അറിയാം. ഈ ബില്ല് നിയമമായി ഇപ്പോൾ ഏതാണ്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ രാജ്യത്തെ അന്തരീക്ഷം ആകെ മാറി. നിങ്ങൾ നോക്ക്, ബംഗാളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം, ഇന്ത്യയിലെ എല്ലാ ഭാഗവും വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. കോടതിയിൽ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കോടതിയിൽ ഇപ്പോൾ ഇതിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇവർ ചേർത്ത് നിർത്താമെന്ന് കരുതിയിരുന്ന ചില സമുദായങ്ങൾ കൂടി. ശരി, ഞാൻ വരാം. ശ്രീ അബ്ദുൽ ഖാദർ, റേഞ്ചിന്റെ പ്രശ്നം നേരിടുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ശ്രീ ഷാക്കിർ, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞ തരത്തിലുള്ള നുണപ്രചാരണങ്ങൾ ഇവിടെ നിലനിന്നിരുന്നു ആദ്യഘട്ടത്തിൽ എന്നുള്ളതാണ്. ഇപ്പോൾ അതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി ഈ വിദ്വേഷ പ്രചാരകന്റെ കുപ്പായം എടുത്താണ് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് അദ്ദേഹം ഒരു ഡേറ്റയും ഇല്ലാതെയാണ്, വിശദാംശങ്ങളിലേക്ക് ഒന്നും കടക്കാതെയാണ് ഈ നിലയിൽ സാധാരണക്കാരന്റെയും ആദിവാസികളുടെയും ഒക്കെ ഭൂമി മുസ്ലിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു പരാമർശം നടത്തിപ്പോകുന്നത്. അപ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്ക് അവരിൽ ഉണ്ടാക്കുന്ന ഒരു ഭീതി ഉണ്ടല്ലോ, ഒരു അപരവൽക്കരണം ഉണ്ടല്ലോ. അതിന് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന ഏറ്റവും ഗുരുതരമായ സാഹചര്യം അതല്ലേ കാണേണ്ടത്? തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ നരേന്ദ്രമോദിയെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാമല്ലോ. സംഘപരിവാറിൻ്റെ കഴിഞ്ഞ കാലത്തെ ചെയ്തികൾ, അതിലേറ്റവും ക്രൂരനായ ഒരു സംഘപരിവാറിൻ്റെ ആളാണ് നരേന്ദ്രമോദി. നമുക്കറിയാം, എൽകെ അഡ്വാനിയെ, വാജ്പേയിയെ, മുരളി മനോഹർ ജോഷിയെ, യശ്വന്ത് സിംഗിനെ പോലെയുള്ള ആളുകളൊക്കെ എന്താ പറയുക, BJPക്ക് അകത്ത് തന്നെ ഉന്മൂലനം ചെയ്തിട്ടാണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി BJPയുടെ കേന്ദ്ര നേതൃത്വത്തിലേക്ക് വരുന്നത്. അപ്പോൾ അറിയാം അദ്ദേഹം ആരാണ് എന്നുള്ളത് BJPക്കാർക്കും ഇന്ത്യക്കാർക്കും എല്ലാവർക്കും അറിയാം. ഈ ബില്ല് നിയമമായി ഇപ്പോൾ ഏതാണ്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ രാജ്യത്തെ അന്തരീക്ഷം ആകെ മാറി. നിങ്ങൾ നോക്ക്, ബംഗാളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം, ഇന്ത്യയിലെ എല്ലാ ഭാഗവും വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. കോടതിയിൽ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കോടതിയിൽ ഇപ്പോൾ ഇതിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇവർ ചേർത്ത് നിർത്താമെന്ന് കരുതിയിരുന്ന ചില സമുദായങ്ങൾ കൂടി ഇവർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പുതിയ നമ്പറുമായി വന്നതാണ്. ആദിവാസികളെയും ദളിതുകളെയും ചേർത്ത് നിർത്താനാണ് ഇവർക്ക് താല്പര്യമെങ്കിൽ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ജാതി സെൻസസ് നടപ്പിലാക്കാത്തത്? കാലങ്ങളായി ഇവർ ആവശ്യപ്പെടുന്ന സംഗതിയാണ്. ഇന്ത്യയിലെ പിന്നോക്കക്കാർ, ആദിവാസികൾ, മറ്റ് SC/ST വിഭാഗങ്ങൾ എത്രയുണ്ട് എന്നുള്ള കണക്കെടുക്കാൻ നരേന്ദ്രമോദിയോ BJPയോ സന്നദ്ധമാവുന്നില്ലല്ലോ. ഇവരടിസ്ഥാനപരമായി ഇന്ത്യയിലെ ആദിവാസികൾക്കെതിരാണ്, ദളിതുകൾക്കെതിരാണ്, രാജ്യത്തിനെതിരെ. ഞാൻ നേരത്തെ പറഞ്ഞു ആ സംഗതി. ഇപ്പോൾ അദ്ദേഹം ഈ പരാമർശം നടത്തിയുകൊണ്ട് നമുക്കിങ്ങനെ ചർച്ച ചെയ്യാനായി. ഇതേ ചർച്ച ഇന്ത്യ രാജ്യത്ത് മുഴുവൻ നടക്കട്ടെ, അപ്പോൾ കാര്യങ്ങൾ ബോധ്യമാവുമല്ലോ. ഇന്ത്യയിലെ സമ്പത്ത് കൊള്ളയടിക്കാൻ കൂട്ടുനിന്ന് നരേന്ദ്രമോദി നമുക്കറിയാമല്ലോ. അദാനി, അംബാനി ഉൾപ്പെടെയുള്ള ആളുകൾ, അമിത്ഷായുടെ പുത്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ കോടാനുകോടി രൂപ രാജ്യത്തിൻ്റെ കൊള്ളയടിച്ചിട്ട് ഒരക്ഷരം മിണ്ടാൻ ഇദ്ദേഹം തയ്യാറായിട്ടില്ലല്ലോ. മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പാർലമെന്റിൽ വിശദമായ ചർച്ച നടന്നു ഈ വിഷയത്തിൽ. 25 മണിക്കൂറോളം 2 സഭകളിലുമായി ചർച്ച നടന്നിട്ട് ഒരക്ഷരം മിണ്ടാത്തയാള് ഇന്ന് എന്തുകൊണ്ടാണ് ഈ വാദവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്? ശരി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ശ്രീ നോബിൾ മാത്യു, നോക്കൂ, ഒരുപക്ഷെ പാർലമെന്റിലാണ് നരേന്ദ്രമോദി ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് എങ്കിൽ സ്വാഭാവികമായും ചർച്ച നടക്കുന്ന വേദിയായിരുന്നു അത്. ഈ നിലയിൽ ഭൂമി പിടിച്ചെടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് എവിടെയാണെന്നും എപ്പോഴാണെന്നും എങ്ങനെയാണെന്നും പ്രധാനമന്ത്രി മറുപടി പറയേണ്ടി വന്നേനെ. ആ മറുപടി ഇല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പരാമർശം, പ്രസ്താവന മാത്രം നടത്തി പോകാനല്ലേ ഒരു പൊതുവേദി പ്രധാനമന്ത്രി തെരഞ്ഞെടുത്തത്? നോബിൾ മാത്യു, ഇല്ലെങ്കിൽ പറയൂ, ആ ഡേറ്റകൾ പറയൂ. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞതിൻ്റെ മറുപടി പറഞ്ഞു വരിക. ആദ്യമേ ഞാൻ പറഞ്ഞു സെക്ഷൻ 40 ഇല്ലാതായിരിക്കുന്നു. രണ്ടാമത് ഇതിന് പല്ലും നഖവും കൊടുത്തിട്ട് ലൂട്ടൺ സ്ട്രീറ്റ് അടക്കം നമ്മുടെ ഡൽഹിയിൽ അതൊക്കെ വഖഫ് ബോർഡ് അനാവശ്യമായിട്ട് അവകാശവാദം ഉന്നയിക്കും. പിന്നെ ഇവിടെ പറഞ്ഞു വഖഫ് ബോർഡ് ചെയർമാനെ നോമിനേറ്റ് ചെയ്യുക.
വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ വഖഫ് ബോർഡിലെ അതായത് സംസ്ഥാന ഗവൺമെന്റാണ് ചെയ്യുന്നത്, അല്ലാതെ നരേന്ദ്രമോദി നേരിട്ടുള്ള നിന്ന്. ഇപ്പൊ തന്നെ ഈ മുനമ്പം വിഷയത്തിൽ വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ചു. അപ്പോൾ വഖഫ് ബോർഡിന്റെ ആണെന്ന് അവർ അവകാശം അവരങ്ങ് പറഞ്ഞു, അത് ട്രൈബ്യൂണലിൽ കിടക്കുന്നു. ആ പാവപ്പെട്ട ജനങ്ങൾക്ക് അത് അവരുടേതാണെന്ന് പ്രൂവ് ചെയ്യാനുള്ള അവകാശമില്ല. അവരുടെ കരമെടുത്തോണ്ടിരുന്ന ആ കരം ഇപ്പം എടുപ്പ് നിർത്തി, കാരണം ആ നിയമത്തിൻ്റെ ക്രൂരത കാരണമാണ്. പക്ഷേ ഇപ്പം ഈ നിയമം പാസ്സായതോടുകൂടി യാതൊരു സംശയവും വേണ്ട, ഇനിയും വഖഫ് ട്രിബ്യൂണലിൽ നിന്ന് ഒരു ഓർഡർ തിരിച്ചു വരും എന്ന് കണ്ടപ്പോഴത്തേക്കിന് ആ വഖഫ് ട്രിബ്യൂണലിൽ വരുന്ന ഒരു മാസത്തേക്ക് വിധി പറയരുതെന്ന് പറഞ്ഞ് സ്റ്റേ മേടിച്ചിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും എനിക്ക് കള്ളം പറയണ്ടല്ല, ഞാൻ വസ്തുത മാത്രമാണ് പറയുന്നത്, എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല. വീട് ആരായിട്ട് പറഞ്ഞു ഞാൻ കള്ളം പറയുന്നത്, എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല. അല്ല ഞാൻ പറയാം വഖഫ് ട്രൈബ്യൂണലിന്റെ ഇതിനെതിരെ, അതായത് ഹൈക്കോടതി കൊടുക്കുന്ന ആർട്ടിക്കിൾ 226 ആർട്ടിക്കിൾ 227 എന്ന് പറഞ്ഞാൽ താഴത്തെ കോടതികളിലെ ഉള്ള ജുഡീഷ്യൽ സൂപ്പറിന്റൻഡൻസ്. ഞാൻ പറയട്ടെ, ആ 226 അനുസരിച്ച് കൊടുക്കണമെങ്കിൽ അവർ പറയട്ടെ ഞാൻ ഹൈക്കോടതി കേസ് ഉണ്ടാവണം. അതുപോലെ തന്നെ സൂപ്പർവൈസറി ജൂറിസ്ഡിക്ഷൻ കൊടുക്കാനൊക്കില്ലായിരുന്നു, ആർട്ടിക്കിൾ 227 കൊടുക്കാനൊക്കില്ലായിരുന്നു. അതൊക്കെയാണ് ഇപ്പോഴത്തെ നിയമം വഴി മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ താഴത്തെ കോടതി സിവിൽ കോർട്ട് അധികാരം മാറ്റിയെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, അതാണ് സൂപ്പർവൈസറി ജൂറിസ്ഡിക്ഷൻ ആർട്ടിക്കിൾ 227. അല്ലല്ല പറയട്ടെ, അത് വിധി എവിടെ ഇന്ത്യയിൽ എവിടെ ഈ വഖഫ് ട്രിബ്യൂണലിന്റെ ഉത്തരവ് ഒരെണ്ണം ഒരു സുപ്രീം കോടതിയിലോ ഒരു ഹൈക്കോടതിയിലോ ചോദ്യം ചെയ്ത് അഭിഭാഷകൻ കൂടിയായി അങ്ങ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണ്? അതിപ്പോൾ ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. എന്റെ ചോദ്യത്തിലേക്ക് വരൂ. ഞാൻ ചോദിച്ചത് അതിലേക്ക് വരാം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു. ശരി നോബൽ മാത്യു, എന്റെ ചോദ്യം, ഇന്നിപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ ആദിവാസികളുടെ ഭൂമി വഖഫിന്റെ പേരിൽ പിടിച്ചെടുത്ത, മുസ്ലിങ്ങളുടെ ഭൂമി അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഭൂമി വഖഫിന്റെ പേരിൽ പിടിച്ചെടുത്ത, അങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ റദ്ദാക്കിയ അത് എവിടെയൊക്കെയാണ്, ആ നിലയിൽ പിടിച്ചെടുക്കപ്പെട്ട ഭൂമികൾ എവിടെയൊക്കെയാണ് എന്നുള്ളതൊന്ന് പറയൂ ശ്രീ നോബൽ മാത്യു. ഇപ്പം ഇവിടെ ഒന്നാമത്തെ കാര്യം, പ്രധാനമന്ത്രി ഒന്നും ചർച്ച ചെയ്തില്ല. പ്രധാനമന്ത്രിയല്ല ഈ ബില്ല് അവതരിപ്പിക്കാൻ ഓരോരുത്തരെ ചുമതലപ്പെടുത്തും, അവരാണ് ചർച്ച ചെയ്യുന്നത്. ആ പ്രധാനമന്ത്രി അവിടെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഇന്ന് പ്രധാനമന്ത്രി ഹരിയാനയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞതെല്ലാം അദ്ദേഹം വസ്തുതയില്ലാതെ, പ്രധാനമന്ത്രി ചുമ്മാ കയറി വായി തോന്നുന്നത് പറയുന്ന ആളല്ല, വസ്തുതയുണ്ട്. എനിക്കറിയാം ആ വസ്തുത 2-2 ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ നിങ്ങളുടെ സൗകര്യത്തിന് ജനങ്ങളെ ബോധ്യപ്പെടുത്താം എന്ന് പറയുന്ന ന്യായമൊന്നും നടത്തില്ലല്ലോ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു പൊതുവേദിയിൽ വന്ന് പറഞ്ഞ കാര്യം എന്ത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഈ ജനങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട് ഈ രാജ്യത്തെ? ജനങ്ങളെ അറിയിക്കും. 2 ആഴ്ചക്കുള്ളിൽ ജനങ്ങളെ അറിയും. ഉപ്പു തിന്നവൻ മുഴുവൻ വെള്ളം കുടിക്കും. വെള്ളം കുടിക്കട്ടെ നോബൽ മാത്യു. ഞാൻ ചോദിക്കുന്ന പ്രധാനമന്ത്രി എന്ത് കണക്കെടുപ്പാണ് ഇതിനോടകം നടന്നത് എന്ന് പറയും നോബൽ മാത്യു. എന്ത് കണക്കെടുപ്പ് നടന്നു? എന്ത് ഡേറ്റ BJP-യുടെ കയ്യിലുണ്ട്? എന്ത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് BJP പ്രധാനമന്ത്രി അത് പറഞ്ഞത്? പ്രധാനമന്ത്രി കളവ് പറയില്ല എന്നൊന്നും ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞങ്ങനെ ഒഴിയാനൊന്നും കഴിയില്ല. ഡേറ്റ പറയൂ, വിവരങ്ങൾ പറയൂ. അല്ലല്ലേ അത് 2 ആഴ്ച കഴിയുമ്പോൾ അസിത എന്നോട് ചോദിച്ചോ, ഞാൻ അന്നേരം പറയാം. ഇപ്പൊ പറയുന്നില്ല. ഇപ്പൊ പുറത്തുവിടാൻ എനിക്കും പറ്റില്ല. എനിക്കറിയാം ആരൊക്കെ ഉണ്ടെന്ന് കൃത്യമായിട്ടറിയാം. അത് പുറത്തുവിടുമ്പോഴാണ്, അപ്പോൾ അത് പുറത്തുവിടുമെന്നുള്ള പേടിക്കാണ് ഇവിടെ വർഗീയ കലാപമൊക്കെ ഉണ്ടാക്കുന്നത്. അത് കറക്റ്റായിട്ട് എല്ലാവർക്കും അറിയാം, അത് പുറത്തുവിടും. പിന്നെ ഇവിടെ അംബേദ്കറിന്റെ കാര്യം പറഞ്ഞല്ലോ, അംബേദ്കറിനെ 2 പ്രാവശ്യം തോപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ PA നിർത്തി തോപ്പിച്ചു. ആരാ? ജവഹർലാൽ നെഹ്റു. പിന്നെ രണ്ടാമതൊരു കാര്യം കൂടെ, അദ്ദേഹം രാജിവെച്ചപ്പോൾ ജവഹർലാൽ നെഹ്റു എഡ്വിലേക്ക് കത്തെഴുതി, മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ ഭാര്യയ്ക്ക് കത്തെഴുതി. എന്നിട്ട് പറഞ്ഞു, ഡിയർ മിസ്സിസ് എഡ്വിന, എന്താ ബന്ധം? നമ്മുടെ നാട്ടിൽ സ്നേഹബന്ധമുണ്ട്, പ്രേമബന്ധമുണ്ട്, പ്രണയബന്ധമുണ്ട്, അന്തർദേശീയ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്നിട്ട് പറഞ്ഞു, അംബേദ്കർ പോയത് കൊണ്ട് ഒരു ചുക്കും സംഭവിക്കില്ലെന്ന് ആ എഴുത്തിലുണ്ട്.
ഇതൊക്കെ ഇന്ത്യയിലെ ജനങ്ങൾ കണ്ടോണ്ടിരിക്കുക. അല്ല, അതുകൊണ്ട് അംബേദ്കറെ ഇതുപോലെ അധസ്ഥിതരുടെ അവശന്മാരും ആർത്തന്മാരും ആലംബഹീനന്മാരുമായ ആ ജനങ്ങൾക്ക് വേണ്ടി പോരാടിയ അംബേദ്കറെ ഇതുപോലെ കോൺഗ്രസ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ അവഹേളിച്ചു. അതിനെതിരെയാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ മുഴുവൻ സ്ഥലങ്ങളിലും അദ്ദേഹത്തിന്റെ ജന്മദിനം നല്ലപോലെ ഞങ്ങൾ കൊണ്ടാടിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ പൊള്ളത്തരം പൊളിച്ചു കൊടുക്കണ്ടേ? അംബേദ്കറെ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊണ്ടുവന്നത് ആരാണ്? അദ്ദേഹം അതിന് ചെയർമാൻ ആക്കിയതാണ്, നിയമമന്ത്രി ആക്കിയതാണ് BJP ആണോ? പറയൂ, അദ്ദേഹം പറയട്ടെ. വസ്തുതാവിരുദ്ധമായി എന്താണെന്നറിയാമോ, ഇന്നിന്റെ കാലത്ത് സവർക്കറേയും ഹെഡ്ഗേവാറിനെയും ഒന്നും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് BJPക്കും സംഘപരിവാറിനും ഈ രാജ്യത്ത് ഒരു ചുവട് പോലും മുന്നോട്ട് പോകാനാകില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ ഇങ്ങനെ സ്വന്തമായി ഒരു താതനില്ലായ്മ അനുഭവിക്കുന്ന BJP വളരെ ആസൂത്രിതമായി അംബേദ്കറേയും ഗാന്ധിയെയും ഒക്കെ തങ്ങളുടെ പക്ഷത്ത് നിർത്താനുള്ള ശ്രമങ്ങളാണ് ഈ കാണുന്നത്. ശ്രീ ഷാക്കിർ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അംബേദ്കർ ഭാരതാംബയുടെ ഉത്തമപുത്രൻ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് BJPക്ക് വേണ്ടി. ഏത് വ്യത്യസ്തരായവരുടെ പേരിൽ ഇരകളാക്കപ്പെടാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഓരോ മനുഷ്യനും വേണമെന്ന് പറഞ്ഞ അംബേദ്കറെ BJPയുടെ വക്താവാക്കാൻ ശ്രമിക്കുന്ന കാലമാണ് ഇത് എന്നുള്ളതാണ്. ശ്രീ KV അബ്ദുൽ ഖാദർ, പ്രധാനമന്ത്രി പറഞ്ഞ വിവരങ്ങളുടെ ഒരു ഡേറ്റയും BJPയുടെ കയ്യിൽ ഇല്ല എന്നുള്ളതല്ല ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. 2 ആഴ്ച കഴിഞ്ഞ് അവരുടെ സൗകര്യത്തിന് ഡേറ്റ തരാമെന്നൊക്കെ പറയുന്നത് എത്രമാത്രം പൊള്ളത്തരമാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ നോക്കൂ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? സമൂഹത്തിൽ ഇങ്ങനെ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കുക, ഒരു പേടി ഉണ്ടാക്കുക, തൊട്ടടുത്തിരിക്കുന്നവനെ പോലും സംശയത്തിന്റെ കണ്ണിലൂടെ കാണാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക്. ഓർമ്മയില്ലേ, CA പ്രക്ഷോഭം നടക്കുമ്പോൾ പ്രക്ഷോഭക്കാരെ കുപ്പായത്തിന്റെ നിറം നോക്കി, ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ നിറം നോക്കി അറിയാമെന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രിയെ, മുസ്ലിങ്ങൾ ഇവിടെ നുഴഞ്ഞുകയറ്റക്കാരാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയെ, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്ന ആളുകളെ കുറിച്ചാണ്. അന്ന് എവിടെയായിരുന്നു RSS എന്ന ചോദ്യം പൊതുസമൂഹം ഉയർത്തുമ്പോഴാണ് അംബേദ്കറെയൊക്കെ കൂടെ നിർത്തേണ്ടി വരുന്നത് RSSനും BJPക്കും. ജാതി സംവരണം നിർത്താനുള്ള കാലം അതിക്രമിച്ചു എന്ന് നാഗ്പൂരിൽ പ്രസംഗിച്ചത് ആരാണ്? ശ്രീ നോബിൾ RSSന്റെ പരമാധ്യക്ഷനാണ്. നിലവിലുള്ള ജാതി സംവരണത്തെ ശക്തമായിട്ട് എതിർക്കുന്ന RSSും BJPയും ഇപ്പൊ അംബേദ്കറിനെ കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നത് നല്ല കാര്യം. പക്ഷെ നിങ്ങളുടെ തനിനിറം ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്ന കാര്യം മനസ്സിലാക്കണം. ഞാനിവിടെ ശ്രീ നോബിൾ മാത്യു എന്തിനാണ് ഇങ്ങനെ നിരന്തരമായിട്ട് നുണ അദ്ദേഹം പറഞ്ഞില്ല എന്ന് പറഞ്ഞു, പക്ഷെ വസ്തുതാവിരുദ്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നത്. ഞാൻ പറയട്ടെ, വഖഫ് ബോർഡിന്റെ എത്രയോ വിധികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. എത്രയോ കാര്യങ്ങളിൽ ഹൈക്കോടതിയുടെ നിലപാടിനനുസൃതമായിട്ട് വഖഫ് ബോർഡിന് നടപടികൾ സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ നേരിട്ട് അറിയുന്ന ആളുകൾ ഈ നാട്ടിൽ ഉണ്ട്. മിസ്റ്റർ നോബിൾ മാത്യു, അങ്ങേപ്പോലുള്ള ആളുകൾ BJPക്ക് വേണ്ടി കള്ളം പ്രചരിപ്പിക്കുമ്പോൾ സത്യം തിരിച്ചറിയുന്ന ചില ആളുകളെങ്കിലും ഈ നാട്ടിലുണ്ട് എന്നുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും നിങ്ങൾക്കുണ്ടാവേണ്ടതുണ്ട്. ഇവിടെ വഖഫ് ബോർഡിനെ ആസ്പദമാക്കി നടത്തുന്ന നിങ്ങളുടെ നുണപ്രചാരണങ്ങൾ, ഇപ്പൊ നേരത്തെ തന്നെ ആദിവാസികളുടെ ഭൂമി തട്ടിയെടുത്തു, എവിടെയാണ് പറയണ്ടേ? രേഖ വെച്ച് പറയണ്ടേ? അതെ, 2 ആഴ്ച കഴിഞ്ഞ് ഇപ്പൊ പറയാനില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ വസ്തുത എന്താണ്? ഈ നാട്ടിൽ നിയമപരമായിട്ട് ഭരണഘടനാനുസൃതമായി ജീവിക്കാൻ അവകാശമുള്ള ജനവിഭാഗത്തെ ഭരണഘടനയുടെ പുറത്തേക്ക് തട്ടിയിടാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ. അതാണ് യഥാർത്ഥ വസ്തുത. ഇവിടെ നേരത്തെ നമ്മുടെ നാട്ടിൽ 1992 ശേഷം കൊണ്ടുവന്ന അല്ലെങ്കിൽ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്ന നിയമം, ആരാധനാലയങ്ങളുടെ മേൽ അവകാശവാദം ഉന്നയിക്കാൻ പാടില്ല എന്ന നിയമം, അതിനെ എതിരായിട്ടുള്ള നിലപാട് ആരാ സ്വീകരിച്ചത്? നിങ്ങളല്ലേ. ഈ നാട്ടിലെ മതനിരപേക്ഷ കക്ഷികളും ജനാധിപത്യവാദികളും ശക്തമായിട്ട് ഉയർത്തിപ്പിടിച്ച ആ സമീപനത്തിനെതിരായിട്ട് കാലുഷ്യത്തിന്റെയും സംഘർഷത്തിന്റെയും നിലപാട് പ്രചരിപ്പിക്കുന്ന തരത്തിൽ സമീപനങ്ങൾ സ്വീകരിക്കുന്ന ആരാണ്? നിങ്ങളല്ലേ. നിങ്ങളാണ് ഭാവാത്മക മതേതരത്വം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. വളരെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥ. നിങ്ങളുടെ ഈ കള്ളത്തരം പുറത്തു കൊണ്ടുവരാൻ നമ്മുടെ രാജ്യത്തെ പല മാധ്യമങ്ങളെയും നിങ്ങൾ അനുവദിക്കുന്നില്ല. ഒരു അപ്രഖ്യാപിതമായിട്ടുള്ള അടിയന്തരാവസ്ഥയേക്കാൾ ഭീകരമായ ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഈ വസ്തുതകൾ ചർച്ച ചെയ്യുന്നതിന് പകരം ഇടതുപക്ഷത്തിന്റെ മെക്കെട്ട് കയറി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ആക്രമിച്ച് തകർത്ത്
കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി എങ്ങനെയെങ്കിലും വായ മൂടിക്കെട്ടാൻ കഴിയുമോ എന്നാണ് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനാധിപത്യ വ്യവസ്ഥക്കെതിരായിട്ട്, ഭരണഘടനക്കെതിരായിട്ട്, നമ്മുടെ സാമ്പത്തിക നീതിക്കെതിരായിട്ടൊക്കെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ ഈ രാജ്യത്തെ സർവ്വ മേഖലയും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുകയല്ലേ? നിങ്ങൾക്ക് യാതൊരു മടിയുമില്ലല്ലോ. എല്ലാ മേഖലയും വിറ്റ് തുലക്കുകയല്ലേ? ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം നിങ്ങൾ വിറ്റു തുലയ്ക്കുന്നു. ഈ നാടിന്റെ സമ്പദ്ഘടന കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വഴിതിരിച്ചു വിടുന്നു. എല്ലാം അവർക്ക് വേണ്ടി വിറ്റു തുലയ്ക്കുന്നു. അമേരിക്കയുടെ ഇഷ്ടത്തോഴന്മാരായി അമേരിക്കക്കെതിരായിട്ട് ഒരു അക്ഷരം ഉരിയാടാനാവാതെ നിങ്ങൾ നിൽക്കുകയല്ലേ? ഇന്ത്യൻ പൗരന്മാരെ കൈവിലങ്ങ് അണിയിച്ച് ഈ രാജ്യത്തെ കൊണ്ടുവന്നതിനെതിരായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കോ വിദേശകാര്യമന്ത്രിക്കോ ഒരു അക്ഷരം പ്രതികരിക്കാനായോ? ഇപ്പോ നമുക്കെതിരായിട്ട് ചുമത്തുന്ന നികുതികൾക്കെതിരായിട്ട് നമ്മുടെ ജനങ്ങളുടെ വികാരം പറയാൻ നിങ്ങൾ കഴിയുന്നുണ്ടോ? ഇതൊന്നും കഴിയുന്നില്ല. പക്ഷെ നിങ്ങൾ വളരെ ഏകമുഖമായി എന്തെല്ലാം തെറ്റുകൾ ചെയ്താലും, പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും വില അടിക്കടി കൂട്ടിയാലും വർഗീയത പറഞ്ഞ് എല്ലാ കാലത്തും വോട്ട് കിട്ടും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ജനങ്ങളുടെ ക്ഷമയെ നിങ്ങൾ പരീക്ഷിക്കുകയാണ്. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ജാതി മത കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഈ ചതിക്കെതിരായി രംഗത്ത് വരും എന്ന് നിങ്ങൾ തിരിച്ചറിയുക. എല്ലാ കാലത്തും ജനങ്ങളെ പറ്റിക്കാനാവില്ല മിസ്റ്റർ നോബിൾ മാത്യു. ചിലപ്പോഴൊക്കെ ചില കാലത്തേക്ക് കബളിപ്പിക്കാൻ പറ്റും. ഇവിടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്ന ഏറ്റവും വലിയൊരു പദവിയിൽ ഇരുന്നു കൊണ്ട് പറയേണ്ട കാര്യങ്ങളാണോ അദ്ദേഹം പറയുന്നത്? സംസാരിക്കേണ്ട ഭാഷയിലാണോ അദ്ദേഹം സംസാരിക്കുന്നത്? അദ്ദേഹത്തിന് ജനങ്ങളെ രണ്ട് തട്ടിലാക്കണം, വിഭജിക്കണം, എന്നിട്ട് വോട്ട് തട്ടണം. ഇതല്ലേ ഉള്ളൂ. അതല്ലാതെ ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ഇപ്പോൾ തന്നെ ഏത് ഭൂമിയാണ് തട്ടിയെടുത്തത് എന്നതിനെ കുറിച്ചുള്ള വിവരം BJPയുടെ പ്രതിനിധിയായിട്ട് ഇവിടെ സംസാരിക്കാൻ വന്ന താങ്കളുടെ കയ്യിലില്ല. അതിനർത്ഥം അങ്ങനെയൊന്നില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല, ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ശ്രീ അംബാനിയുടെ കൊട്ടാരം ഉൾപ്പെടെ വഖഫ് ഭൂമിയിലാണ് എന്ന കാര്യം അങ്ങേക്ക് നിഷേധിക്കാമോ? ബോംബെയിലെ ശ്രീ അംബാനിയുടെ കൊട്ടാര സദൃശ്യമായ ഭവനം നിലനിൽക്കുന്നത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് ഇന്ത്യൻ പാർലമെന്റിന്റെ മേശപ്പുറത്തുണ്ട്. ശ്രീ നോബിൾ മാത്യു, അങ്ങേപ്പോലുള്ള ആളുകൾ കണ്ണടച്ച് പാല് കുടിച്ചാൽ ഈ വസ്തുത ഇല്ലാതാവില്ല. പക്ഷെ അതിനെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ കോർപ്പറേറ്റുകൾക്കെല്ലാം വലിയ തോതിൽ രക്ഷപ്പെടാനുള്ള പഴുതുകളാണ് ഈ വഖഫ് നിയമ ഭേദഗതിയിലുള്ളത്. ഇതൊക്കെ നാട്ടുകാർക്കറിയാം, ജനങ്ങൾക്കറിയാം. പക്ഷെ അത് മൂടി വെക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ആദിവാസികളുടെയും സ്ത്രീകളുടെയും ഭൂമി തട്ടിയെടുത്തു എന്നൊക്കെ പറയുന്നത് ഒട്ടും വസ്തുതാപരമല്ല. RSSന്റെ ഒരു പ്രചാരകന് പറയാം. പക്ഷെ പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന ഒരാൾ പറഞ്ഞുകൂടാത്ത വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായി നിയമപരമായി ജനാധിപത്യപരമായി പ്രതികരിക്കലല്ലാതെ തൽക്കാലം നമ്മുടെ മുമ്പിൽ മറ്റു മാർഗങ്ങളില്ല. ശരി ഷാക്കിർ, ഇവിടെ ഏതൊക്കെയോ തരത്തിൽ പേടി, ഉള്ളിൽ ഭയമുള്ളവരാണ് ഇപ്പോൾ വഖഫ് നിയമത്തിനെതിരെ പരസ്യമായി രംഗത്ത് വരികയും പ്രതിഷേധത്തിലേക്ക് പോകുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് BJPയുടെ വാദം. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ വളരെ മുന്നിട്ട് തന്നെ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിലുണ്ട്. ഏതെങ്കിലും തരത്തിൽ പേടി കൊണ്ടാണോ ശ്രീ ഷാക്കിർ ആ നിലയിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നിങ്ങൾ ഉയർത്തുന്നത്? അല്ല, നമ്മൾ രാജ്യം ഭരിച്ച എല്ലാ സ്വാധീനമുള്ള ബ്രിട്ടീഷുകാരെ നമ്മൾ പേടിച്ചിട്ടില്ല. അന്ന് ആ ബ്രിട്ടീഷുകാരെ പേടിച്ച് ചെരുപ്പ് നക്കിയവരാണ് ഈ പ്രധാനമന്ത്രിയുടെ പാർട്ടിക്കാർ. അറിയാലോ, ആർക്ക് മുസ്ലിങ്ങൾക്ക് ആരെ പേടി, എന്തിനു പേടിക്കണം? നമ്മൾ ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് അനുസൃതമായി ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ആ തരത്തിലുള്ള പേടി ഒരു പ്രശ്നമില്ല. പക്ഷേ രാജ്യത്തെ ഭരണഘടനാ വിരുദ്ധമായി ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ അത് ചോദ്യം ചെയ്യുക, ഒരു മതവിഭാഗത്തെ മാത്രം തെരഞ്ഞുപിടിച്ച് ഉപദ്രവിക്കുന്ന ഒരു സമീപനം, അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കാനുള്ള സംവിധാനം, ആരാധനാലയങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെ ജനാധിപത്യ രീതിയിൽ പ്രതിരോധിക്കും, നിയമപരമായ മാർഗത്തിൽ പ്രതിരോധിക്കും. അതവിടെ നിൽക്കട്ടെ. ഒറ്റ കാര്യം ഞാൻ ഇതിനിടയ്ക്ക് നമ്മളെ നോബിൾ മാത്യുവിനോട് ചോദിക്കട്ടെ. അദ്ദേഹം വസ്തുതാവിരുദ്ധപരമായ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ്. ഈ BR അംബേദ്കർ ഇന്ത്യയുടെ നിയമമന്ത്രിയായത് എങ്ങനെയാണ് നോബിൾ മാത്യു? അദ്ദേഹം ഇന്ത്യയുടെ ഭരണഘടന സഭയുടെ ചെയർമാൻ എങ്ങനെയാണ്? അതിനൊരു ഉത്തരം തരൂ ഒരു ഒറ്റ വാചകത്തിൽ. അസിത, ഒരൊറ്റ മിനിറ്റ്. ശരി നോബിൾ, അദ്ദേഹം കോൺഗ്രസ്. ഞാനത് പറഞ്ഞു കഴിഞ്ഞല്ലോ. BR അംബേദ്കറെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് നടന്ന 2 തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചു. 3ാമത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മണ്ഡൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സീറ്റ് മാറിക്കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ വന്നത്. അദ്ദേഹത്തെ ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിൽ എടുത്തു. അദ്ദേഹത്തെ അദ്ദേഹം
പല വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് ഉള്ളതായിരുന്നു. പ്രവർത്തിക്കാൻ സമ്മതിച്ചില്ല. അദ്ദേഹം രാജിവെച്ചു പോയപ്പോഴാണ് എഡ്വിന മറുപടി കൃത്യമല്ല. നോബിൾ മറുപടി കൃത്യമല്ല. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കല്ലേ? ഒറ്റവാചകത്തിൽ അസിത തെറ്റിദ്ധരിപ്പിക്കാണ്. അതായത് തന്ത്രപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അല്ല, ഒരു മിനിറ്റ് ഞാൻ പറയാം. അദ്ദേഹം ഈ BJP-ക്കാരുടെ പരിപാടി എത്ര വലിയ നുണയും ആവർത്തിച്ച് പറയുമെന്നാണ് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞതില് അർദ്ധസത്യമുണ്ട്. നോബിൽ ഞാൻ പറയട്ടെ, നോബിൾജി ഞാൻ പറഞ്ഞോട്ടെ അസിത ഞാൻ പറയട്ടെ. അതായത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ആദ്യത്തെ തവണ അംബേദ്കറെ തോൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അംബേദ്കർ വീണ്ടും ഈ യോഗേന്ദ്രനാഥ് മണ്ഡൽ എന്ന് പറയുന്ന SC വിഭാഗത്തിന്റെ പ്രമുഖ നേതാവിന്റെ താല്പര്യത്തിൽ ബംഗാളിൽ നിന്ന് പിന്നെ ജസൂർ ഖുല്ല എന്ന് പറയുന്ന മണ്ഡലത്തിൽ സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടിയാണ് ഈ അംബേദ്കർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ദളിതുകൾ എക്കാലത്തെയും നേതാവ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്തുന്നത്. എന്നാൽ എത്തിയ ശേഷം അദ്ദേഹത്തെ അധ്യക്ഷനാക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അദ്ദേഹത്തെ ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിൽ നിയമമന്ത്രിയാക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. എന്താ നോബിൾ മാത്യു നിങ്ങൾ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത്? നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ 134ാമത്തെ ജന്മദിനമാണ് എന്നുള്ളത് കൊണ്ട് ഈ ദളിത് വിഭാഗത്തെ കൂടെ കൂട്ടാമെന്നുള്ള വ്യാമോഹമുണ്ടല്ലോ. ദളിതുകൾക്കറിയാം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ജാതി സെൻസ് നടപ്പിലാക്കുക എന്നത് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് ആരാണ്? നരേന്ദ്രമോദിയും BJP-യും അല്ലേ? അതിലും അപ്പുറത്ത് പോകട്ടെ. നമുക്കറിയാമല്ലോ ഈ പിന്നോക്ക ജനവിഭാഗത്തെ ഹിന്ദുമത വിശ്വാസികളായിട്ട് പോലും കണക്കാക്കാൻ ഇവിടുത്തെ BJP തയ്യാറല്ല. നിങ്ങൾക്കറിയോ ഈ അംബേദ്കറിന്റെ ജനവിഭാഗത്തെ ഹിന്ദുമത വിശ്വാസികളായി അംഗീകരിക്കാൻ ഈ സവർണ ലോബി തയ്യാറല്ല ഇപ്പോഴും. എന്നിട്ട് നിങ്ങൾ വോട്ട് കിട്ടാൻ വേണ്ടി മറ്റ് ജനവിഭാഗങ്ങൾ പിന്തിരിഞ്ഞു നിൽക്കുമ്പോൾ ആ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്താമെന്ന് നരേന്ദ്രമോദി വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോണ സംഗതിയല്ല. ആളുകൾക്കറിയാം അവരാവശ്യപ്പെടുന്നത് ആഗ്രഹിക്കുന്നത് കൊടുക്കാൻ നരേന്ദ്രമോദി തയ്യാറല്ല. ന്യായമായ അവകാശങ്ങൾ പോലും അവർ ഇത് കവർന്നെടുക്കുകയാണ്. ശരി ഓക്കെ ഞാൻ മടങ്ങി വരാം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീ നോബിൾ, കോൺഗ്രസ് അംബേദ്കറെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ എന്ന് കരുതി അതിന്റെ അർത്ഥം അംബേദ്കർ ഒരു ഹിന്ദുത്വവാദി ആയിരുന്നു എന്നുള്ളതോ BJP-യുടെയോ RSSന്റെയോ മുഖമായി മാറും എന്നുള്ളതോ അല്ല. ഇപ്പോൾ ഷാക്കിർ ഇവിടെ അവസാനം പറഞ്ഞതുപോലെ ഈ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ഗാന്ധിജിയാണ് അംബേദ്കറോട് പറയുന്നത് താങ്കളുടെ പോരാട്ടങ്ങൾ നമ്മുടെ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ വൈകിപ്പിക്കും എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ആ നിലയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ഗാന്ധിയോട് ഞങ്ങൾക്കൊരു മാതൃരാജ്യം ഇല്ലല്ലോ ബാപ്പുജി എന്ന് പറഞ്ഞ അംബേദ്കറിന്റെ വാക്കുകൾ വരികൾക്കിടയിലൂടെ വായിച്ചാൽ ഇന്നും അതേ അവസ്ഥ ഈ രാജ്യത്ത് നിലനിൽക്കുന്നുവെന്നും അതിന് കാരണം നരേന്ദ്രമോദി ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദുത്വമാണ് എന്നുള്ളതും വ്യക്തമാകും ശ്രീ നോബിൾ മാത്യു. അപ്പോൾ കോൺഗ്രസ് പരാജയപ്പെടുത്തിയെന്നത് കൊണ്ട് അംബേദ്കർ RSSന്റെ വക്താവാകുന്നില്ല. ഞാൻ മടങ്ങി വരാം ചർച്ചയിലേക്ക്. വീണ്ടും ചുരുങ്ങിയ സമയമുള്ളൂ. 3 പേരും ദയവായി സഹകരിക്കുക. നോബിൾ മാത്യു, ന്യൂനപക്ഷ സ്കോളർഷിപ്പ് കഴിഞ്ഞ ബജറ്റിനെ അപേക്ഷിച്ച് 99% വെട്ടിക്കുറച്ചിട്ടാണ് ന്യൂനപക്ഷ സ്നേഹത്തെക്കുറിച്ച് BJP വാതോരാതെ സംസാരിക്കുന്നത്. ബിൽക്കിസ് ബാനു എന്ന സ്ത്രീയെ നമ്മൾ ആരും മറന്നിട്ടില്ല. ആ പശ്ചാത്തലമുള്ള നരേന്ദ്രമോദിയാണ് മുസ്ലിം സ്ത്രീകളോടുള്ള സ്നേഹത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ വഖഫ് പുതിയ നിയമ ഭേദഗതി വരുമ്പോൾ മുസ്ലിം ഇതരരായിട്ടുള്ള ആളുകൾ അതിൽ വരികയാണ്. പക്ഷേ ദേവസ്വം ബോർഡിന്റെ തെരഞ്ഞെടുപ്പിൽ പോലും നിയമസഭയിലെ ഹിന്ദു സാമാജികർക്ക് മാത്രം വോട്ട് ചെയ്യാൻ അതൊരു തരത്തിൽ വിശാലമായ ചോയ്സ് എന്ന നിലയിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യത്താണ് വഖഫിൽ മാത്രം ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരികയും എന്നിട്ട് അതിനെ പുരോഗമനപരം എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത് എത്ര വലിയ ഇരട്ടത്താപ്പാണ്? ഒന്ന് ആദ്യമേ പറഞ്ഞു തന്നെ ഞാൻ പറയാം. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മൈനോറിറ്റീസിന് വേണ്ടി നീക്കിവെച്ച തുക 2012-13 മൈനോറിറ്റീസിന് വേണ്ടി നീക്കിവെച്ച തുക 2796 കോടി രൂപയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ നരേന്ദ്രമോദി സർക്കാർ നിർമ്മലാ സീതാരാമൻ നിയമിച്ച 12,000 കോടി രൂപയാണ്. അത് 2796 ക്രമാതീതമായി വർദ്ധിച്ച് അത് 7280 അതിപ്പോൾ 12,000 കോടി രൂപയാണ് തിരിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കള്ളപ്രചരണങ്ങളൊന്നും നടത്തരുത്. പിന്നെ ഇവിടെ ഹിന്ദു മതത്തെക്കുറിച്ച് പറഞ്ഞു. ഹിന്ദുമതം ഇപ്പോൾ ക്രിസ്ത്യൻ മതം എന്ന് പറഞ്ഞാൽ എന്താ? യേശു ക്രിസ്തു ഇന്നലെ ഓശാന ദിവസം, അതിനുശേഷം പെസഹ വ്യാഴ്ച ഒറ്റക്കെടുക്കപ്പെട്ടു, ദുഃഖവെള്ളിയാഴ്ച അടക്കി കുരിശിലേറ്റപ്പെട്ടു, അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു, വീണ്ടും വരുമെന്ന് വിശ്വസിക്കുന്നവരാണ് ക്രിസ്തു മതം. അതുപോലെ ഇസ്ലാം മതം അവസാനം AD 600 നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. അദ്ദേഹം ഇതിനെക്കുറിച്ച് പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞതാണ് അവസാന വാക്കെന്നുള്ളതാണ് ഇസ്ലാം മതം. അതുപോലെ ജൈനമതമുണ്ട്, ബുദ്ധമതമുണ്ട്. ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മതമില്ല.
33 കോടി ജനങ്ങൾ, അന്നത്തെ കാലത്തുണ്ടായിരുന്ന ജനങ്ങൾ, അവർ മുഴുവൻ ദൈവങ്ങളാണെന്ന് വിശ്വസിച്ചിരുന്ന മതമാണ്. അതൊരു വേ ഓഫ് ലൈഫ് മാത്രമാണ്. അപ്പോൾ ഈ ഹിന്ദു മതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധാരണ നമ്മൾ പരത്തരുത്. അത് ഇന്ത്യയിലൊക്കെയുള്ള കാര്യമാണ്. അപ്പൊ അടുത്ത കാര്യം, ഈ വഖഫ് ഭേദഗതി നിയമം വന്നതോടുകൂടി ഇന്ത്യയിൽ ആകപ്പാടെ മാറ്റമുണ്ടാവും. ഇനി ഞാൻ പറയട്ടെ ഇന്ത്യയിലെ ഒന്നാമത്തെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ റെയിൽവേ ആയിരുന്നു, രണ്ടാമത്തെ സ്വത്തുള്ള ഇന്ത്യൻ മിലിറ്ററിയാണ്, മൂന്നാമത്തെ സ്വത്തുള്ളതാണ് വഖഫ് ബോർഡ്. ആ ഇന്ത്യൻ റെയിൽവേയും ഇന്ത്യൻ മിലിറ്ററിയും ഇന്ത്യക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, ഭാരതത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും വഖഫ് ബോർഡ് വഖഫ് സ്വത്തുകൾ കൊണ്ട് ചെയ്യുന്നില്ല. അത് മാത്രമല്ല അവരുടെ ലാഭം കാണിക്കുന്നത് വളരെ കുറച്ച് കാണിക്കുന്നുള്ളൂ. അവിടെ കൊള്ളയാണ് നടക്കുന്നത്. ആ കൊള്ളയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. ആ കൊള്ള ദൈവത്തിന്റെ പേരിൽ നടക്കുന്ന കൊള്ള. അതുകൊണ്ട് തന്നെയാണ് യേശു ക്രിസ്തു പറഞ്ഞത് ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ള സീസറിനും കൊടുക്കണമെന്ന് യേശു ഭഗവാൻ പറഞ്ഞത്. ആ കൊള്ളയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. ആ നിയമം ഇന്ത്യയിലെ ജനങ്ങൾ മൊത്തം ജാതി മത വർണ്ണ രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി നിൽക്കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ അത് കരഘോഷത്തോടെ സ്വീകരിച്ചിരിക്കുകയാണ്. ആ നിയമം പ്രാബല്യത്തിൽ വരും. സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടിനെതിരെ എന്നുള്ള പ്രചരണം, BJP CPM-നെതിരാണെന്നുള്ള പ്രചരണം തെറ്റാണ്. എന്തിനാ അണ്ണാൻ ആന എന്നാ ചെയ്യാനാ, അല്ലെ കട്ടുറുമ്പ് കാട്ടാനെ എന്നാ ചെയ്യാനാ? അത്രേ ഉള്ളൂ CPM-ന് BJP-ക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് CPM ഒന്നും ഞങ്ങളുടെ ഒരു എതിരാളികളെയല്ല. CPM-ഉം ഞങ്ങളുടെ RSS പറയുന്നതന്നെ കുറെ കഴിയുമ്പോൾ നമ്മളോട് വരാനുള്ള CPM-ലെ ആൾക്കാരും ഞങ്ങളോട് വരും. ഇപ്പോൾ നമ്മളോടൊപ്പം നിൽക്കുന്നവരും കുറെ കഴിയുമ്പോൾ നമ്മളോടൊപ്പം വരുന്നവരും. അതാണ് അവരെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് സത്യം മനസ്സിലാക്കി അവരെ കൂടെ ഉൾക്കൊള്ളാൻ പറ്റുന്നവരാണ് ഞങ്ങൾ. അതുപോലെ കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ സത്യം മനസ്സിലാക്കി വീണ്ടും ഞങ്ങളോട് കൂടെ വരും. ഈ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കൂടെ വരും. അതിൻ്റെ പ്രതിനിധിയായിട്ടാണ് നരേന്ദ്രമോദിജി സംസാരിച്ചത്. അദ്ദേഹം ആനകളും അമ്പാരികളും ഇല്ലാതെ, താലപ്പൊലികളും താളമേളങ്ങളും ഇല്ലാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് വികസിത ഭാരതത്തിനായിട്ട് ലോകത്തിലെ 1-ാം നമ്പർ, ഇപ്പൊ മുമ്പ് പറഞ്ഞില്ല അമേരിക്ക പറയുന്നത്, അമേരിക്കയ്ക്ക് മുകളിൽ ഭാരതത്തെ എത്തിക്കുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിയാണ്. അതാണ് അദ്ദേഹത്തിന്റെ സന്ദേശം. അറിയാമോ, 2 ആഴ്ച മുൻപാണ് ആ പട്ടിക വന്നത്. ഏതാ 5-ാം സ്ഥാനത്താണ് സാമ്പത്തിക രംഗത്ത്. അത് ബ്രിട്ടനെ തോൽപ്പിച്ചാണ്. രണ്ടാഴ്ച മുൻപ് ഒരു റിപ്പോർട്ട് വന്നിരുന്നു. മാതൃമരണ നിരക്കൊക്കെ ഇങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങളല്ലല്ലോ. ഈ ഇന്ത്യയുടെ സാമ്പത്തിക ട്രൈബിൽ $5 ട്രില്യൺ എത്തിയിരിക്കുന്നു. അതൊക്കെ ചുമ്മാ ഇതിന്റെ ഇടയ്ക്ക് മരണ നിരക്ക് അതിന്റെ കാര്യം അതൊക്കെ പറയുന്ന ശുദ്ധ അസംബന്ധമാണ്. GDP റേറ്റ് ഇന്ത്യയുടെ അഭിപ്രായങ്ങളുണ്ട്. അല്ല മാതൃമരണ നിരക്കൊക്കെ പറഞ്ഞ ഇന്ത്യയിലെ ഇത്രയും 125 കോടി ജനങ്ങളുള്ളപ്പം ആത്മഹത്യ കേരളത്തിൽ കൂടുതൽ അത് പിണറായി വിജയനാണ് ഉത്തരവാദി. ഒന്നാമത്തെ എക്കോണമിയായി മാറുന്നത് അറിയില്ലേ? ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ പരിശോധിച്ചിട്ടാണ് നമ്പർ 1 എക്കോണമി ആകാൻ കഴിയൂ. മാതൃമരണ നിരക്കിൽ 2-ാം സ്ഥാനത്ത് 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം എങ്ങനെയാണ് നമ്പർ 1 എക്കോണമി ആകുന്നത്? പറയുന്ന കേട്ടെ നരേന്ദ്രമോദി അധികാരത്തിലേറുമ്പോൾ 11-ാമത്തെ എക്കണോമി ആയിരുന്നു. ഇപ്പൊ അത് ബ്രിട്ടനെ പരാജയപ്പെടുത്ത 5-ാമതായിരിക്കുന്നു കഴിഞ്ഞ 11 വർഷം കൊണ്ട്. അത് 2047 ആകുമ്പോഴേക്കും ലോകത്തിന്റെ പരമവൈഭവത്തിൽ അമേരിക്കയെക്കാളും വലുത്, പണ്ട് നിങ്ങൾ പറയുന്ന പോലെ ലോക പോലീസായിട്ട് അത് അന്ന് BJP മാറും. അന്ന് ഭാരത സർക്കാർ മാറും. ആ ഭാരത സർക്കാർ ഇവരെ പോലെ അല്ല. എന്തായാലും ഗുജറാത്ത് കലാപത്തിന്റെ ബുദ്ധികേന്ദ്രമായി പ്രവർത്തിച്ച നരേന്ദ്രമോദിക്ക് ന്യൂനപക്ഷങ്ങളോട് വലിയ സ്നേഹമായിരുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ വലിയ കൗതുകമുണ്ട്. മറ്റൊന്ന്, ഈ വഖഫ് പുതിയ ഭേദഗതി അനുസരിച്ച് അതിലേക്ക് അത് മാത്രമല്ല 5 വർഷത്തെ പ്രാക്ടീസിംഗ് മുസ്ലിം, ഞാൻ പോയിന്റ് വിട്ടുപോയി വാസ്തവത്തിൽ, അതൊന്ന് കൂട്ടിച്ചേർക്കണം. ഞാൻ വരാം അബ്ദുൽ ഖാദർ. 5 വർഷത്തെ പ്രാക്ടീസിംഗ് മുസ്ലിമിന് മാത്രമേ ഈ വഖഫ് ചെയ്യാൻ സാധിക്കൂ എന്നുള്ളൊരു ഭേദഗതി കണ്ടു. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രാക്ടീസിംഗ് മുസ്ലിമിനെ തീരുമാനിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്റെ തന്നെ കഴിഞ്ഞൊരു ചർച്ചയിൽ BJP പ്രതിനിധി പറയുന്ന അതിന്റെ സർട്ടിഫിക്കറ്റ് എവിടെയോ കിട്ടും പോലും. ഇതിനു മുൻപ് ഈ നിലയിൽ മനുഷ്യന്റെ മതം നോക്കി സർട്ടിഫിക്കറ്റ് കൊടുത്തൊരു നേതാവ് ഉണ്ടായിരുന്നു ഈ ലോകത്ത്. പേര് ഹിറ്റ്ലർ എന്നായിരുന്നു. അവസാനം ആത്മഹത്യ ചെയ്യുകയായിരുന്നു പാവം. അതിനുശേഷം ഇപ്പോൾ മറ്റൊരാളെ കാണുന്നത് നരേന്ദ്രമോദി എന്ന പേരിലാണ്. അബ്ദുൽ ഖാദർ പറഞ്ഞ് അവസാനിപ്പിച്ചോളൂ, സമയമില്ല. രൂപയുടെ വിനിമയ മൂല്യം ഏറ്റവും വലിയ തകർച്ചയിലേക്ക് കൊണ്ടുപോയ ഭരണാധികാരി, ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച വലിയ തോതിൽ പുറകോട്ട് നയിച്ച ഭരണാധികാരി, ലോകത്തെ പട്ടിണി രാജ്യങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെ യശസ് താഴേക്കിടിച്ച് വലിയ തോതിൽ നമ്മുടെ രാജ്യത്തെ
മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ച ഭരണാധികാരി. ഇതൊക്കെയുള്ള ഭരണാധികാരിയുടെ പാർട്ടി പറയുന്നു ഞങ്ങൾ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുമെന്ന്. CPIM-നെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. CPIM-ന്റെ നയങ്ങൾ, ആശയങ്ങൾ ഏറ്റവും ഞങ്ങൾക്ക് എതിരാണ് എന്ന് പറയുന്നത് RSSകാരാണ്, RSSന്റെ പരമാധ്യക്ഷനാണ്. അങ്ങനെ പറയേണ്ടി വരുന്നത് ഫലപ്രദമായിട്ടുള്ള റെസിസ്റ്റൻസ് നിങ്ങൾക്കെതിരായിട്ട് ഉയർത്തുന്നത് ഞങ്ങളാണ് എന്നതുകൊണ്ടാണ്. ഇവിടെ ഇലക്ട്രൽ ബോണ്ട് എന്ന ഏറ്റവും വലിയ അഴിമതി ഔദ്യോഗികമായി നടത്തിയപ്പോൾ നിങ്ങളെ ആ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള അതിനെതിരായിട്ട് പോരാടിയത് ഞങ്ങളാണ്. ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെയും ഭരണഘടനയെയും നഗ്നമായി തകർക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നയങ്ങൾക്കെതിരായിട്ട് ഞങ്ങൾ വലിയ പാർട്ടിയല്ല, പക്ഷെ ഏറ്റവും ശക്തമായ പ്രതിരോധം ഈ രാജ്യത്ത് ഉയർത്തുന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ CPIM-നെ കുറച്ച് കാണണ്ട. ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ശക്തമായിട്ടുള്ള ആശയ സമന്വയം ഉണ്ടാക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നു. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ 24-ാം കോൺഗ്രസ് തീരുമാനിച്ചത്. ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകും. രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങളെ തകർക്കുന്ന, വ്യത്യസ്ത ജനവിഭാഗങ്ങളെ തമ്മിലടുപ്പിക്കുന്ന നിങ്ങൾ ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കും ശരിയായ വിധത്തിൽ എന്നൊക്കെ പറയുന്നത് കോഴികളുടെ സംരക്ഷണം കുറുക്കനിൽ നിക്ഷിപ്തമാണ് എന്ന് പറയുന്നത് പോലെയാണ് ശ്രീ നോബിൾ മാത്യു. സമയം വളരെ ചുരുക്കമായതുകൊണ്ട് ഇത്രയേ പറയാൻ ഇപ്പോ മാർഗമുള്ളൂ. ഏതായാലും ഈ നാട് ഇതിനെല്ലാം അതിജീവിക്കും എന്നുള്ളതാണ് എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്. ശരി. വ്യത്യസ്തരായിരിക്കാനും വ്യത്യസ്തരായതിന്റെ പേരിൽ ഇരകളാക്കപ്പെടാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം മനുഷ്യർക്ക് കൈവരുമ്പോൾ മാത്രമാണ് പൊളിറ്റിക്കൽ ഡെമോക്രസി അർത്ഥപൂർണ്ണമാകൂ എന്ന് പറഞ്ഞ അംബേദ്കറെയാണ് ഇന്ന് BJP അവരുടെ വക്താവാക്കാൻ ശ്രമിക്കുന്നത്. BJP ഇന്ത്യയിൽ നടത്തുന്ന പശു കശാപ്പ് അടക്കമുള്ള വിഷയങ്ങളോട് ചേർത്ത് വെച്ച് അംബേദ്കറുടെ ഈ വാക്കുകൾ പരിശോധിക്കുമ്പോൾ സ്വയം വിമർശനമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ BJP-യുടെയും സംഘപരിവാറിന്റെയും നേതാക്കളോടാണ് അല്പമെങ്കിലും ബുദ്ധിയുടെ വെളിച്ചം തലച്ചോറിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് സ്വയം കരുതാം. എന്തായാലും വളരെ നന്ദി. ചർച്ചയിൽ ചേർന്ന 3 പേർക്കും ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു.